നമസ്കരിക്കുക. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. സ്തുതികളാൽ ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. നീ പരിശുദ്ധനാവുന്നു, ബലവാനേ നീ പരിശുദ്ധനാവുന്നു, ഒന്നുമില്ലാത്തതിനെ നീ പരിശുദ്ധനാവുന്നു. ബലവാനേ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനേ നീ ദൂഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരം ശുശ്രൂഷ കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, ശിഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളാരോട് വിശ്വരാജാവേ നിനക്ക് സ്തുതി പാർക്കുമോ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരണമേ. വിശ്വസത്തെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആവശ്യമുള്ള പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. മറിയമേ നിനക്ക് സമാധാനം. വാഴ്ത്തപ്പെട്ടവളാവുന്നു, നിന്റെ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ വഴി തെറ്റിച്ചതിനാൽ നീ നരകത്തിൽ നിന്നെ സാത്താൻ നിന്നിപ്പാൻ ഇടയാക്കിയിടല്ലേ. രക്ഷിക്കണമേ കൃപ നിറയും മശിഹാ തിരുവിഷ്ടം പോൽ എന്നെ നയിക്കണമേ. ഭീകരമാം കടവിൽ നാഥ നിൻസ്കീപായാകും. ആയുധമേന്തിയ ഞാൻ വൈരി പടയോടു പോരാടി. ഹല്ലേലൂയ വിജയം നേടണമേ. ബാറകുമോ ബോലബ്രോവൽ റൂഹോ കാദീശോ. ഹല്ലേലൂയ അപരാധ കടലാമുലകെ നിന്നിൽ പിഴപേട്ടേ. എന്നെ അബദ്ധത്തിൽ വീഴ്ത്തി പങ്കിലമാമുള്ളം വീതിയിൽ നാളും എരുതിയാളുന്ന നദിയും കരളിൽ പ്രഭമേറ്റിടുന്നു. നാദാനിൻ ജീവാശ്രീവ തന്നടയാളത്ത വഴികാട്ടി തരണേ. എരുതി കടൽ ഞാൻ താണ്ടീട. ഹല്ലേലൂയ ഹല്ലേലൂയ മുറിയോരാകെ ശിഷ്ടന്മാർ തൻ നോമ്പേറ്റോനെ. പ്രാർത്ഥന നോമ്പെന്നിവയേറ്റിവരിൽ കൃപ തോന്നേണം. ബോധനവാനെ നീടം ഉള്ളോൻ ഭാരം രമ്യൻ. ഭാസുരവേശൻ സ്വാതേറും ഭക്ഷ്യം ഭക്ഷിപ്പോൻ. മേളിച്ചീടും നിന്നെ ഭക്ത ചുറ്റിയിടുന്നു.
വാഴ്ത്തുന്നോരും കപടതയോടാരാധിപ്പോരും. അഴകുള്ളോനെ പകലത്യന്തം ശോഭാപൂർണം തേജോമയമായി മാഹാത്മ്യത്താൽ രാജിക്കുന്നു. സായം കാലം വന്നാലാ പകൽ മങ്ങിടുന്നു. രാവിങ്ങെത്തി പകലിൻ പ്രഭയെ മായിക്കുന്നു. ശാന്തൻ മോശാനിബിതൻ നോബേറ്റോനാമശീഹ. പ്രാർത്ഥന കേട്ടിട്ടാത്മാക്കളിൽ അൻപുണ്ടാകേണം. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധ. നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാൻ ഞങ്ങൾക്ക് വേണ്ടി രക്ഷിക്കപ്പെട്ടവരെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരം വിഷയം കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. കർത്താവേ, നിനക്ക് സ്തുതി. പാപികളായ നടിയാരോട് രാജാവേ, നിനക്ക് സ്തുതി പാർക്കുമോ. ായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാകണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള തരണമേ. ഞങ്ങളുടെ കാരണങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷിക്കണമേ. എന്നുള്ള രാജ്യവും ശക്തിയും മഹത്വവും നീതികളാകുന്നു. ആമേൻ. മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവിന്റെ കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ കർത്താവായ യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും മരണസമയത്തും ശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാപ്പടാത്തെയുമായ സ്വർഗ്ഗത്തിന്റെയും സൃഷ്ടാവായ സത്യദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകമുമ്പേ പ്രാർത്ഥിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും സൃഷ്ടിയല്ലാത്തവനും സാരാംശ പിതാവിന്റെ സമത്തുള്ളവനും സകലവും മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ നൽകേണ്ട രക്ഷയ്ക്കും വേണ്ടി ദൃഷ്ടപ്രകാരം സ്വർഗ്ഗത്തിനിറങ്ങി വിശുദ്ധ റൂഹായ ദൈവമാതാവാവിഷ്ണന്റെ മറിയാൻ നിന്ന് ശരീരയായി തീർന്ന മനുഷ്യനായി പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിച്ചെടുക്കപ്പെട്ട് കക്ഷ അനുഭവിച്ച് മരിച്ചെടുക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്ത് ഭാഗത്തിരുന്നവനും ജീവനുള്ളവരെ മരിച്ചവരെ വിധിപ്പാൻ തന്റെ മൊത്തത്തോടെ വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ജീവിപ്പിക്കുന്ന കർത്താവും പുറപ്പെട്ട് രാമത്തിന് കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നതിനും ദിവ്യന്മാരും സ്ത്രീയന്മാരും കാതിൽ സംസാരിച്ചവനുമായ ജീവനിഷ്ഠമുള്ളേക്കും കാതുലികവും സ്ലേഹവുമായ ഏകവിശുദ്ധ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. മോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമായി ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചവരുടെ ഉയർപ്പിനും പരിപാലിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. അമീൻ. പാർക്കുമോ സമൻ കാലം കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, കൃപയുണ്ട ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഉത്തരമരുളി ചെയ്ത് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, നിനക്ക് സ്തുതി. കർത്താവേ, നിനക്ക് സ്തുതി. എന്നേക്കുമുള്ള ശരണവുമേ നിനക്ക് സ്തുതി. പാർക്കുമോ. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒന്നരായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, വളരെ വിശുദ്ധമായ ദിവസങ്ങളിലൂടെയും ദിനചര്യകളിലൂടെയുമൊക്കെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം.
പരിശുദ്ധ വലിയ നോമ്പിൻ്റെ അവസാനത്തെ ആഴ്ചകളിലേക്ക് ഏതാണ്ട് നമ്മൾ പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത വെള്ളിയാഴ്ച 40 ദിവസത്തെ നോമ്പ് പൂർണ്ണമാകും. പിന്നീടുള്ള 10 ദിവസങ്ങളിൽ കർത്താവിൻ്റെ രക്ഷാകരമായ പീഡാനുഭവ ആചരണവും മഹത്തായ ഉയർപ്പ് പെരുന്നാളും ആഘോഷിച്ച് വലിയ ദിവസങ്ങളിലേക്ക് നമ്മൾ അടുക്കുകയാണ്. ഏതാണ്ട് 1 മാസം പിന്നിട്ട നോമ്പിൻ്റെ ദിവസങ്ങൾ എങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സ്വാധീനിച്ചു എന്ന് ഒരല്പം പുറകിലേക്ക് പോയി നമ്മുടെ രീതികളെ ഒന്ന് വിശകലനം ചെയ്യാൻ കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പലപ്പോഴും നമ്മൾ പരാജയപ്പെടുന്നത് പ്രാർത്ഥിക്കുന്നതിലോ ദേവാലയത്തിൽ ആരാധനകളിൽ, ധ്യാനങ്ങളിൽ, പ്രസംഗങ്ങളിൽ ഇതിലൊന്നും സംബന്ധിക്കുന്നതിലൊന്നും നമ്മൾ പരാജയപ്പെടാറില്ല. പക്ഷേ എത്രമാത്രം ദൈവഹിതത്തിലേക്ക്, ദൈവത്തിന് അനുരൂപരായി ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു എന്നുള്ളത് സ്വയം പരിശോധിക്കുന്നതിൽ മനുഷ്യർ പരാജയപ്പെടുന്നു, വിശ്വാസികൾ പരാജയപ്പെടുന്നു. അത് പൗരോഹിത്യവൃന്ദമാണെങ്കിലും സാധാരണക്കാരാണെങ്കിലും ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും സ്വയപരിശോധനയിലാണ് മനുഷ്യൻ. അതിലേക്ക് അടുക്കുന്നതിന് പലപ്പോഴും ധൈര്യമില്ലാത്തൊരവസ്ഥയാണ്. നിഷ്പക്ഷമായ ഒരു അനാലിസിസ് നടത്തുന്നതിൽ നമ്മൾ പരാജയപ്പെടാറുണ്ട്. അതിനൊക്കെ വ്യത്യസ്തമായി നമ്മളുടെ കുറവുകളെ, നമ്മളുടെ രീതികളെ, നമ്മളുടെ ചെയ്തികളെയൊക്കെ ഒന്ന് വിശകലനം ചെയ്യുവാനും ദൈവത്തിന് ഇഷ്ടമുള്ള രീതിയിലേക്ക് മാറുവാനും നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിന് തീർച്ചയായിട്ടും നോമ്പിൻ്റെ ദിവസങ്ങൾ, നോമ്പിൻ്റെ ആചരണം, നോമ്പിലെ ധ്യാനങ്ങൾ, നമ്മൾ പരിശുദ്ധമായി ദേവാലയത്തിൽ ചിലവഴിക്കുന്ന നിമിഷങ്ങളൊക്കെ നമ്മളെ അതിനെ സഹായിക്കണം എന്ന് ആമുഖമായി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് ഈ ധ്യാനയോഗം നയിക്കുന്നതിന് നമുക്കിവിടെ കടന്നു വന്നിട്ടുള്ളത് ഒരു യുവ വൈദികനാണ്. അദ്ദേഹം കൊട്ടാരക്കര പുനർഭദ്രാസനത്തിൽ ഇടമൺ സെൻറ്റ് മേരീസ് ദേവാലയത്തിൻ്റെ ശുശ്രൂഷകനായി ഇപ്പോൾ വളരെ അനുഗ്രഹകരമായി സഭാശുശ്രൂഷ അനുഷ്ഠിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ധ്യാനപ്രസംഗങ്ങൾ ഇതിനു മുമ്പ് കഴിഞ്ഞ വർഷം നമ്മളൊന്ന് കേട്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അനുഗ്രഹകരമായി ദൈവവചനം പ്രഘോഷിക്കുവാൻ അദ്ദേഹത്തിന് ദൈവം നൽകിയിട്ടുള്ള നൽവരത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട റോണി ആർ ജോൺ അച്ഛനെ എല്ലാവരുടെയും പേരിൽ ഈ ധ്യാനയോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ വന്നിരായിട്ടുള്ള വൈദിക ശ്രേഷ്ഠർ, ഇവിടെ വന്ന് ഒരുപാട് ജനങ്ങൾ, പ്രത്യേകിച്ച് നോമ്പിൻ്റെ ദിവസങ്ങളിൽ ദേവാലയം നിറഞ്ഞ് കവിയുന്ന ജനമാണ്. അതിലേറെയാണ് നമ്മുടെ ഗ്രിഗോറിയൻ TV-യിലൂടെ ഇത് വീക്ഷിച്ച് പ്രാർത്ഥനാപൂർവ്വം ഇതിൽ സംബന്ധിക്കുന്നവർ. എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും സ്നേഹം നിറഞ്ഞ വന്ദനായ എൽദോസച്ചൻ, ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ, സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, അച്ഛൻ ആമുഖത്തിൽ ഓർമ്മിപ്പിച്ചതുപോലെ അനുഗ്രഹീതമായ ഒരു യാത്രയിലാണ് ഞാനും നിങ്ങളും ഈ പരിശുദ്ധൻ്റെ സാന്നിധ്യമുള്ള അനുഗ്രഹീതമായ ഈ ദേവാലയത്തിൽ ഒത്തുകൂടിയിരിക്കുന്നത്. ഈ യാത്രകളെല്ലാം മനോഹരമാകുന്നത് ആ യാത്രയുടെ ലക്ഷ്യം അത്രമേൽ പൂർത്തീകരണത്തിലേക്ക് നയിക്കപ്പെടുമ്പോഴാണ്. ഈ യാത്രയും ആ ലക്ഷ്യ സ്വീകാര്യത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നോമ്പുകാലം നമ്മെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധിയുടെ പുതിയ വാതായനങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് തുറന്നു തരുന്ന അനുഗ്രഹീതമായ ഒരു കാലഘട്ടമാണ്. ഈ നോമ്പ് കാലഘട്ടത്തിൻ്റെ നല്ലൊരു സമയവും കഴിഞ്ഞ് ഇതിൻ്റെ അവസാന പാദത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഈ നോമ്പ് കൊണ്ട്, ഈ ജീവിത ക്രമീകരണങ്ങൾ കൊണ്ടൊക്കെ നാം സ്വീകരിച്ച, നമുക്ക് നേടിയ അനുഗ്രഹങ്ങളുടെ ആകത്തുക എന്താണെന്ന് ഒരു ആത്മപരിശോധന അനിവാര്യമായ ഒരു കാലഘട്ടത്തിലാണ് ഈ ദേവാലയത്തിൽ നാം ഇരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രതികൂല സാഹചര്യങ്ങളും
പ്രതികൂല ജീവിത ശൈലികളുമൊക്കെ ദിനം പ്രതി വർദ്ധിച്ചു വരുമ്പോൾ അനുഗ്രഹീതമായി കാലഘട്ടം പൂർത്തീകരിക്കുവാൻ നമുക്ക് ദൈവത്തിൽ ശരണപ്പെടേണ്ടത് അനിവാര്യമാണ്. അനുഗ്രഹീതമായ ഈ ദിവസത്തെ വേദചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം പരിശുദ്ധനായ പത്രോസ് ശ്ലീഹായുടെ 1-ാം ലേഖനം 5-ാം അധ്യായം 6-ാം വാക്യം. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടെ നിന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. പരിശുദ്ധനായ പത്രോസ് ശ്ലീഹ ഈ സന്ദേശം നൽകുന്നത് പരദേശികളും താൻ ഉൾപ്പെടുന്ന സമൂഹത്തിൻ്റെ ശ്രോതാക്കളും ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്തിൻ്റെ പൂർണ്ണമായ അവബോധത്തെ തിരിച്ചറിഞ്ഞതുമായിട്ടുള്ള ഒരു ജനസമൂഹത്തിൻ്റെ മധ്യത്തിലേക്കാണ് ഇങ്ങനെ ഒരു സന്ദേശം കൈമാറുന്നത്. ഈ വാക്യം ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ കൃത്യമായി ഒന്ന് ആലേഖനം ചെയ്യുമ്പോൾ ചില തിരിഞ്ഞുപോക്ക് നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാകും. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. മാനുഷികമായ ബലഹീനതകളും മാനുഷികമായ മൂല്യച്യുതികളുമൊക്കെ നമ്മെ സംബന്ധിച്ചിടത്തോളം വേട്ടയാടപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ കൃത്യമായി ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ താഴ്മയോടെ ഇരിക്കുവാനുള്ള ഒരു മുന്നറിയിപ്പാണ് ഈ വേദഭാഗം നമ്മിലേക്ക് പരിചിതമാക്കുന്നത്. വേദപുസ്തകത്തിലുടനീളം അനേകം വ്യക്തിത്വങ്ങളെ നമുക്ക് പരിചയപ്പെടുവാൻ കഴിയും. ആശയറ്റവരും ആശ ഉപേക്ഷിച്ചവരും ജീവിത സാഹചര്യങ്ങളെ വെച്ചുമാറുന്നവരും ജീവിതത്തിൻ്റെ ഇന്നലകളിൽ തഴയപ്പെട്ടവരും താഴ്ത്തപ്പെട്ടവരുമൊക്കെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ആത്മാവിഷ്കാരത്തിൻ്റെ ഒരു ദൃഢമായ വേദഭാഗമാണ് ഇത്. പ്രത്യേകിച്ച് ആമുഖമായി ഈ വാക്യത്തെ മുൻനിർത്തിക്കൊണ്ട് വേദപുസ്തക പശ്ചാത്തലത്തിലെ അല്പം വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുവാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. ഒന്നാമതായി ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം 22-ാം വാക്യം മുതൽ 50-ാം അധ്യായം 26 വരെയുള്ള വാക്യങ്ങളിൽ ഒരു മനുഷ്യനെക്കുറിച്ച് വളരെ തീവ്രമായ രീതിയിൽ വിവരിക്കപ്പെടുന്നുണ്ട്. ഇസ്രായേലിൻ്റെ പൂർവീക പിതാക്കന്മാരിൽ ഏറ്റവും ദീർഘമായ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളതും ഈ മനുഷ്യനെക്കുറിച്ചാണ്. ജീവിതത്തിലുടനീളം യഹോവയായ ദൈവത്തിൻ്റെ കാഴ്ചകളെയും കാഴ്ചപ്പാടുകളെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ദൈവാശ്രയബോധ്യത്തിൻ്റെ ഔന്നത്യങ്ങളിൽ തൻ്റെ ഇരിപ്പിടം കൃത്യമായി ഉറപ്പിച്ച മനുഷ്യൻ. തഴയപ്പെട്ടിട്ടും താഴ്ത്തപ്പെട്ടിട്ടും ഒറ്റപ്പെട്ടിട്ടും ഇന്നലകളിലെ ദൈവം ഇന്നും എൻ്റെ ശക്തനായ ദൈവമാണെന്ന് വിളിച്ചു പറയുകയും നാളെയുടെ ദൈവിക കരങ്ങളെ സ്വന്തം ഹൃദയത്തോട് ചേർത്ത് പിടിക്കുകയും ചെയ്ത മഹാനായ മനുഷ്യൻ. അനേകം ആത്മീയ പാഠങ്ങൾ നൽകപ്പെടുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് ഈ മനുഷ്യൻ. നമുക്കെല്ലാവർക്കും സുപരിചിതമായതുപോലെ യോസഫിനെ കുറിച്ചാണ് ഈ വേദഭാഗം വിവരിക്കുന്നത്. യാക്കോബിൻ്റെ മക്കളിൽ യാക്കോബ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ച മനുഷ്യൻ. തൻ്റെ മറ്റു പുത്രന്മാരെക്കാൾ ഏറ്റവും അധികം വാത്സല്യം നൽകി ഏറ്റവും അധികം സ്നേഹപൂരിതമായ സാഹചര്യങ്ങളെ രൂപപ്പെടുത്തി താൻ വളർത്തിക്കൊണ്ടുവന്ന മകൻ. തൻ്റെ ഇഷ്ടഭാര്യയായ റാഹേലിൽ നിന്ന് ജന്മം നേടിയ മകൻ. അങ്ങനെ യോസഫിനെ സംബന്ധിച്ചിടത്തോളം ബാല്യം തന്നെ അവിസ്മരണീയമായ ചിത്രങ്ങൾ വരച്ചു കാട്ടുന്നുണ്ട്. റാഹേലിനെ സംബന്ധിച്ചിടത്തോളം ഈ മകന് ജന്മം നൽകുമ്പോൾ ശമൂവേലിൻ്റെ അമ്മയായ ഹന്നയെ പോലെയും ശിംശോൻ്റെ മാതാവിനെ പോലെയുമൊക്കെ വന്യതയുടെ ഒരു കാലഘട്ടം തരണം ചെയ്തിട്ടാണ് യോസഫിന് റാഹേൽ ജന്മം നൽകുന്നത്. ഒരുപക്ഷെ മാറ്റി നിർത്തപ്പെടുമെന്നറിഞ്ഞിട്ടും മാറ്റത്തിൻ്റെ കൊടുങ്കാറ്റിൽ തഴുകിപ്പോകുമെന്നറിഞ്ഞിട്ടും ഒരു മകന് ജന്മം നൽകിക്കൊണ്ട് ഹൃദയഭേദകമായ ജീവിതശൈലങ്ങളെ കൃത്യമായി വരച്ചു കാട്ടുന്ന ഒരമ്മ. അവളിൽ നിന്ന് ജന്മം നേടിയ ഒരു മകൻ തൻ്റെ സഹോദരന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായി പിതാവ് എണ്ണപ്പെടുന്നു. പിതാവ് മറ്റുള്ളവരെക്കാൾ അധികമായി ഈ മനുഷ്യനെ സ്നേഹിക്കുന്നു. നമുക്കറിയാം, അങ്ങനെയുള്ള സ്നേഹങ്ങളുടെ പെരുപ്പം ഒരാത്മവൈരാഗ്യത്തിൻ്റെ പുതിയ ചിത്രങ്ങളെ രൂപപ്പെടുത്തും. അവിടെയും
മാറ്റമൊന്നും സംഭവിച്ചില്ല. പിതൃസ്നേഹത്തിൻ്റെ അമൂല്യതകൾ സ്വീകരിക്കുന്നത് യോസഫാണെന്ന തിരിച്ചറിവ് മറ്റു സഹോദരങ്ങളിലെത്തുമ്പോൾ അവരുടെ ഉള്ളിൽ വല്ലാതെയുള്ള ഒരു വെറുപ്പ് രൂപപ്പെടുന്നുണ്ട്. സങ്കുചിതമായ ഹൃദയത്തിൽ നിന്ന് ഉളവാകുന്ന ഒരു തിന്മയാണ് വെറുപ്പെന്ന് പറയുന്നത്. സങ്കുചിതമായ ഹൃദയത്തിൽ നിന്ന് എല്ലാം വളരെ തീക്ഷ്ണമായ, ലാളിത്യപരമായ, വിവേകപൂരിതമായ, ചിന്തകൾക്ക് വിപരീതമായി ചിന്തിക്കുന്ന ഒരു മനസ്സ്, ആ മനസ്സിൽ നിന്ന് തിന്മയുടെ വെറുപ്പ് രൂപപ്പെടുകയാണ്. ഇസ്രായേലിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, യോസഫിൻ്റെ ചരിത്രം അത്രമേൽ നീണ്ടുകിടക്കുന്നൊരു ചരിത്രമാണ്. ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ യോസഫിൻ്റെ ചരിത്രം വരച്ചു കാട്ടുന്നത് കൃത്യമായ ആത്മ-ആവിഷ്കാരത്തിൻ്റെ, കൃത്യമായ ദൈവസാന്നിധ്യ ബോധ്യത്തിൻ്റെ, കൃത്യമായ ആശ നിർമ്മിക്കുന്ന ഒരു ജീവിതമാണ്. അങ്ങനെ സഹോദരങ്ങളാൽ വെറുക്കപ്പെടുന്ന ഒരു മനുഷ്യൻ സാഹോദര്യത്തിൻ്റെ മൂല്യങ്ങളെ തച്ചുടയ്ക്കുന്ന കാലഘട്ടത്തിന് വിപരീതമായി ഒന്നും സംഭവിക്കാതെ ഇന്നും നിലനിൽക്കുന്ന സാഹോദര്യ മൂല്യച്യുതികൾ ഉയർത്തിക്കാട്ടുന്നുണ്ട് കാലങ്ങൾക്ക് മുമ്പ് തന്നെ. അവിടെ സഹോദരന്മാരാൽ ഒറ്റപ്പെടുന്ന ഈ മനുഷ്യനെ പിതാവ് 17-ാമത്തെ വയസ്സിൽ തൻ്റെ നിർദ്ദേശപ്രകാരം സഹോദരന്മാരുടെ അടുക്കിലേക്ക് അവരുടെ ക്ഷേമം അന്വേഷിക്കുവാൻ അയക്കുന്നുണ്ട്. മറ്റ് മക്കളെ സ്നേഹിക്കുന്നത് പോലെ തന്നെ യോസഫിനെ സ്നേഹിക്കുന്നത് കൊണ്ടായിരിക്കാം അവരുടെ ക്ഷേമം അന്വേഷിക്കുവാൻ വേണ്ടി പിതാവ് യോസഫിനെ അവരുടെ അടുക്കിലേക്ക് അയക്കുന്നത്. ആ യാത്രയും നമ്മുടെ നോമ്പിൻ്റെ യാത്രയും തമ്മിൽ വളരെ ആഴമായ ഒരു ബന്ധമുണ്ട്. ആ യാത്ര അന്വേഷണത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ക്ഷേമത്തിൻ്റെ ഒരു വലിയ വിജയത്തിലേക്ക് കടക്കുവാൻ വേണ്ടിയാണ് ആ യാത്ര തുടങ്ങുന്നത്. നമ്മുടെ നോമ്പിൻ്റെ യാത്രയും അങ്ങനെ തന്നെയാണ്. സ്നേഹത്തിൻ്റെ, സ്വാഹോദര്യത്തിൻ്റെ, ക്ഷേമത്തിൻ്റെ, സത്യത്തിൻ്റെ, നീതിയുടെ നല്ല യാത്രകളിലേക്ക്, നല്ല പര്യവസാനങ്ങളിലേക്ക് നാം എത്തേണ്ടത് ഈ നോമ്പിൻ്റെ അനിവാര്യതയാണ്. യോസഫ് യാത്ര തിരിച്ച് തൻ്റെ സഹോദരന്മാരുടെ അടുക്കിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ ചരിത്രം നമ്മെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. ആ ചരിത്രം വരച്ചു കാട്ടുന്നത് ഒറ്റുകൊടുക്കുന്നവൻ്റെ മനോഭാവത്തിൻ്റെ ആഴമാണ്. യോസഫിനെ സഹോദരന്മാരെല്ലാവരും കൂടെ ചേർന്ന് മരണത്തിലേക്ക് കടത്തിവിടുവാൻ ശ്രമിക്കുകയാണ്. അവിടെ വ്യത്യസ്തനായി ഒരുവൻ മാത്രം ആ മരണത്തെ തടയുന്നുണ്ട്. അവൻ്റെ പേര് രൂബേൻ എന്നാണ്. അവൻ പറയുന്നത്, ഇവനെ നമുക്ക് ആ പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിടാം. പ്രിയമുള്ളവരെ, സ്നേഹവും ക്ഷേമവും ഒക്കെ നമ്മുടെ ഹൃദയത്തിൻ്റെ പടിവാതിലുകളിലേക്ക് സ്നേഹത്തിൻ്റെ സഹായകരങ്ങളായി തേടിയെത്തുമ്പോൾ ആ കരങ്ങളെ നിഷേധാത്മകമായ നിലപാടുകൾ കൊണ്ട് ഓരോ പൊട്ടക്കിണറ്റിലേക്കും തള്ളിയിടുമ്പോൾ നമ്മുടെ ജീവിതം വല്ലാതെ വികൃതമായി പോകുന്നുണ്ട്. യോസഫ് അവരുടെ ക്ഷേമത്തെ അന്വേഷിക്കുവാൻ വേണ്ടിയാണ് ഈ സഹോദരങ്ങളുടെ യോസഫിൻ്റെ സഹോദരന്മാരും നമുക്ക് പിന്നിലല്ല എന്നുള്ള ചരിത്രം നാം തിരിച്ചറിയേണ്ടത് അനിവാര്യമാണ്. സാഹോദര്യ മൂല്യങ്ങളെ തച്ചുടയ്ക്കുന്ന കാലഘട്ടത്തിൽ ഇന്നും യോസഫിൻ്റെ സഹോദരന്മാർ നമ്മുടെ ചുറ്റുപാടുകളിലല്ല, നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ സ്ഥാനമുറപ്പിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ചേർത്തു പിടിക്കേണ്ട കരങ്ങൾ, താങ്ങി നിർത്തേണ്ട കലങ്ങൾ, ജീവിതത്തിൻ്റെ നല്ല കാലങ്ങളിൽ സ്നേഹം കൊണ്ട് മാത്രം കെട്ടിപ്പടുത്തുയർത്തേണ്ട കരങ്ങൾ ഒറ്റുകൊടുത്തുകൊണ്ട് വിൽക്കപ്പെടുന്ന കാലഘട്ടത്തിലേക്ക് മാറുകയാണ്. യോസഫിനെ ഇശ്മായേലിയർക്ക് വിൽക്കുന്നു. ഒരുപക്ഷെ എത്ര തീവ്രമായ ഒരു നിഷേധത്തിൻ്റെ നാളിനെയാണ് ചിത്രീകരിക്കുന്നത്, എത്ര തീവ്രമായ ഒരു വേദനയുടെ നാളിനെയാണ് ചിത്രീകരിക്കുന്നത്. പ്രിയമുള്ളവരെ, നാം ചിന്തിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൻ്റെ കാലഘട്ടങ്ങളിൽ, കഴിഞ്ഞുപോയ നിമിഷങ്ങളിലൊക്കെ ഇങ്ങനെ നിഷേധാത്മകപരമായ ദൈവിക കരങ്ങളെ, നിഷേധാത്മകപരമായ നിലപാടുകൾ ദൈവികമായ കരങ്ങൾക്കെതിരായി നാം പ്രവർത്തിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തിരുത്തേണ്ട കാലഘട്ടം ആയിട്ടുണ്ട് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകണം. ഓരോ നോമ്പനുഷ്ഠാനങ്ങളും ജീവിതത്തിൽ രൂപപ്പെടുത്തേണ്ടത് സ്നേഹമെന്ന് പറയുന്ന മഹാസാഗരത്തിൻ്റെ തിരമാലകളെയാണ്. ഓരോ നോമ്പും നമ്മുടെ ജീവിതത്തിൽ രൂപപ്പെടുത്തേണ്ടത് സാഹോദര്യത്തിൻ്റെ പുതിയ പ്രകാശകിരണങ്ങളെയാണ്. ഓരോ നോമ്പും മറ്റുള്ളവരുടെ ജീവിതങ്ങളിലേക്ക്
അത് കൃത്യമായി എത്തിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ ഞാനും നിങ്ങളും ഭാഗ്യവാന്മാരാണ്. അല്ലാതെ അനുഗ്രഹീതമായി ജീവിതം കൊണ്ട് നമുക്ക് എന്താണ് സാക്ഷീകരിക്കുവാൻ കഴിയുന്നത്? ദൈവസ്നേഹം ജീവിതത്തിന്റെ പ്രതിസന്ധി കാലഘട്ടങ്ങളിൽ, പ്രതികൂലതയുടെ കാലഘട്ടങ്ങളിൽ, ഒറ്റപ്പെട്ടുപോയ കാലഘട്ടങ്ങളിൽ, തളർന്നുപോയ കാലഘട്ടങ്ങളിൽ, വീഴ്ചയുടെ കാലഘട്ടങ്ങളിൽ, കണ്ണുനീരുകൾ ധാരധാരയായി ഒഴുക്കി ദൈവസന്നിധിയിൽ പുഴകൾ സൃഷ്ടിച്ച കാലഘട്ടങ്ങളിൽ, കൊടുങ്കാറ്റ് പോലെ പ്രതിസന്ധികൾ ജീവിതത്തെ ആഞ്ഞടിച്ച കാലഘട്ടങ്ങളിലൊക്കെ ദൈവം ചേർത്തു പിടിച്ച മഹാസ്നേഹത്തിന്റെ സാഗരം നാം ഇന്നും എപ്പോഴും വിസ്മരിക്കുന്ന തലങ്ങളിലേക്ക് മാറുന്നു. മനുഷ്യ ജീവിതങ്ങൾ വിസ്മരിക്കപ്പെടുന്നത് ദൈവസ്നേഹത്തിന്റെ ആശ നൽകുന്ന മറ്റൊരു വാക്യമുണ്ടോ എന്ന് പ്രാപിക്കുവാൻ വേണ്ടി, അവിടെ പറഞ്ഞ് ഓർമ്മിപ്പിക്കുവാൻ വേണ്ടിയാണ്. ഇന്നും സമയം നമ്മുടെ ഉള്ളിൽ ഉയർന്നു വരണം. ദൈവസന്നിധിയിൽ വിശ്വസ്തരായി നിൽക്കുവാൻ കഴിയുന്നുണ്ടോ? നമ്മൾ അനേകം പ്രാർത്ഥിക്കാറുണ്ട്. നമ്മൾ അനേകം പ്രാർത്ഥനകൾ പിന്തുടരാറുണ്ട്. അപേക്ഷകൾ ദൈവസന്നിധിയിൽ നിരനിരയായി അർപ്പിക്കാറുണ്ട്. ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വേദനകൾ കൊണ്ട്, വേദനയുടെ നിലവിളികൾ സ്വർഗ കവാടങ്ങൾ ഭേദിച്ച് ദൈവസന്നിധിയിൽ എത്താറുണ്ട്. പക്ഷേ ആ വേദനകളുടെ മുൻപിൽ ഒരു ചോദ്യം ഉയർന്നുണ്ട്: നിങ്ങൾ വിശ്വസ്തരായി നിൽക്കുന്നുണ്ടോ? ദൈവസന്നിധിയിൽ വിശ്വസ്തരായി നിൽക്കുന്നതല്ലാതെ മറ്റെന്താണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്? ദൈവസന്നിധിയിൽ വിശ്വസ്തരായി നിൽക്കുന്നതല്ലാതെ മറ്റെന്താണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്? യോസഫ് കാര്യവിചാരകനായി തന്റെ ജീവിതത്തെ പടുത്തുയർത്തുന്നു. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം 23-ാം വാക്യം: യഹോവ അവനോട് കൂടെയുണ്ടായിരുന്നു, അവൻ ചെയ്തതൊക്കെ സഫലമാകൊണ്ട് അവന്റെ കൈ കീഴിലുള്ള യാതൊന്നും കാരാഗൃഹ പ്രമാണി നോക്കിയിട്ടില്ല. അതൊരു വലിയ തിരിച്ചറിവാണ്. ഈ യോസഫ് എങ്ങനെയാണ് കാരാഗ്രഹത്തിലേക്ക് പോകുന്നതെന്നൊക്കെ നമുക്ക് വളരെ പരിചിതമാണ്. പൊത്തിഫറിന്റെ ഭാര്യയുടെ ഒരു ക്രിയാത്മകമായ കഥാരൂപീകരണത്തിലൂടെ, ഒരു സംഭവ രൂപീകരണത്തിലൂടെ യോസഫ് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുകയാണ്. എന്നാൽ കാരാഗ്രഹത്തിലും താൻ നീതിയുള്ളവനായി, അനുസരണമുള്ളവനായി, വിശ്വസ്തതയുള്ളവനായിരുന്നത് കൊണ്ട് കാരാഗ്രഹ പ്രമാണി മറ്റൊന്നും നോക്കിയില്ല. നാമും അങ്ങനെയാണ്. ലോകത്തിന്റെ നെറുകയിലേക്ക് നമ്മെ പറിച്ചു നട്ട് ജീവിതത്തിന്റെ ഇന്നലകളിൽ അനുഗ്രഹത്തിന്റെ നല്ല ദിനങ്ങളെ സ്വന്തമാക്കി ഇന്നിന്റെ ആഴങ്ങളിൽ ആ അനുഗ്രഹങ്ങളെ തീർച്ചയായും ഊട്ടി ഉറപ്പിക്കുവാൻ വേണ്ടി ദൈവാശ്രയ ബോധ്യങ്ങളുടെ നല്ല ദിനങ്ങളെ ചിത്രീകരിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് പോവുകയും നാളെയിൽ ഈ അനുഗ്രഹങ്ങൾ ജീവിതത്തെ കൂടുതൽ പ്രഭാപൂരിതമായ തലങ്ങളിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്യുവാൻ വേണ്ടി നാമും ഇന്നും അങ്ങനെ വിശ്വസ്തരായി ദൈവസന്നിധിയിൽ നിലയുറപ്പിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, അവിടെ നിന്ന് കാരാഗ്രഹത്തിലേക്ക് യാത്രയാകുമ്പോഴും യോസഫ് യഹോവയായ ദൈവത്തിന്റെ കൽപ്പനകളെ മറന്നിട്ടില്ല. യഹോവയായ ദൈവത്തിന്റെ ന്യായപ്രമാണ ബോധ്യങ്ങൾക്ക് തകിടം മറിക്കുന്ന രീതിയിലുള്ള യാതൊരു ജീവിത വൈരുദ്ധ്യങ്ങളും യോസഫ് ഉയർത്തുന്നില്ല. മറിച്ച് അവൻ പൂർണ്ണമായി വിശ്വസ്തനായി ദൈവസന്നിധിയിലിരുന്നു. യഹോവയായ ദൈവത്തോടുള്ള തന്റെ പിതൃബോധത്തിന്റെ പൂർവിക പിതാക്കന്മാരിൽ നിന്ന് താൻ സ്വീകരിച്ചിട്ടുള്ള എല്ലാവിധമായ താലന്തുകളും എല്ലാവിധമായ അനുഗ്രഹങ്ങളും യോസഫ് തന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു കൊണ്ടിരുന്നു. അങ്ങനെയാണ് ഈ ഒരു തലത്തിലേക്ക് യോസഫ് പരിചയപ്പെടുന്നത്. യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നു. അവൻ ചെയ്തതൊക്കെ സഫലമാകൊണ്ട് അവന്റെ കൈക്കീഴിലുള്ള യാതൊന്നും കാരാഗൃഹ പ്രമാണി നോക്കിയില്ല. നമുക്കറിയാം എത്ര സുന്ദരമായാണ് ഒരു മനുഷ്യന്റെ ജീവിതം മാറുന്നത്. സ്നേഹം കൊണ്ട്, ലാളിത്യങ്ങൾ കൊണ്ട്, സാഹോദര്യ മൂല്യങ്ങൾ കൊണ്ടൊക്കെ ജീവിതം മറ്റൊരു ഗതിയിലേക്ക് പോകേണ്ടിരുന്ന ഒരു മനുഷ്യൻ തൻ്റെ പിതൃസ്നേഹത്തെ സഹോദരങ്ങൾ കൃത്യമായി അറുത്തെടുത്തുകൊണ്ട് അവനെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി പൊട്ടക്കിണറിന്റെ ആഴങ്ങളിലേക്ക് അവനെ വലിച്ചെറിഞ്ഞു. അവിടെ നിന്ന് അടിമത്വത്തിന്റെ പുതിയ യുഗങ്ങളിലേക്ക് അവൻ പറിച്ചു നടുന്നു. അവിടെ നിന്ന് അവനെ മറ്റൊരു അടിമത്വത്തിന്റെ മൂല്യങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നു. അവിടെ നിന്ന് വിശ്വസ്തനായിരുന്ന കാര്യവിചാരകത്വത്തിന്റെ മൂല്യങ്ങളിലേക്ക് അവൻ രൂപപ്പെടുന്നു. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ നമുക്ക് തരുന്ന ഉറപ്പും അത് തന്നെയാണ്. നീ ഏതവസ്ഥയിൽ ഒറ്റപ്പെട്ടു പോയാലും, നീ ഏതവസ്ഥയിൽ താഴ്ന്നു പോയാലും, നീ ഏതവസ്ഥയിൽ ഇല്ലാതാകുമെന്ന് നീ ചിന്തിക്കുന്നിടത്ത് നിന്ന്, ഈ അടിമത്വത്തിന്റെ ആഴക്കടലിൽ നിന്ന് കാര്യവിചാരകത്വത്തിന്റെ സ്വർഗ കവാടങ്ങളിലേക്ക് യാത്ര ചെയ്യുവാൻ നിങ്ങൾക്ക് ഇനിയും അവസരമുണ്ട്. യോസഫിന്റെ ചരിത്രം വരച്ചു കാട്ടുന്നത് തന്നെയാണ്. ഇനിയും നിങ്ങൾക്ക് അവസരമുണ്ട്. ഒന്നും തീർന്നു പോയിട്ടില്ല എന്നുള്ളൊരു മന്ത്രധ്വനി യോസഫ് വിളിച്ചു പറയുന്നുണ്ട് തന്റെ ജീവിതത്തിലൂടെ. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടം നമ്മെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ്. തിന്മകൾ കൊണ്ട് സങ്കീർണമായ ഒരു കാലഘട്ടം, കൊലപാതകങ്ങൾ കൊണ്ട് സങ്കീർണമായ ഒരു കാലഘട്ടം, നീതി നിഷേധിക്കപ്പെടുന്ന ഭരണ സംവിധാനങ്ങൾ പെരുതുന്ന ഒരു കാലഘട്ടം,
യാതൊന്നിനു വേണ്ടിയും സത്യവും നീതിയും ധർമ്മവും ഉയർത്തിപ്പിടിക്കാത്ത ഒരു കാലഘട്ടത്തിന്റെ പുതിയ രൂപം കൊള്ളുന്നൊരു കാലഘട്ടം. ഈ കാലഘട്ടത്തിലാണ് യോസഫ് പറയുന്നത്, ഒന്നും അവസാനിച്ചിട്ടില്ല. നാം അവസാനിച്ചെന്ന് വിധി എഴുതുന്ന ഇടങ്ങളിൽ നിന്ന് ഒന്നും അവസാനിച്ചിട്ടില്ലെന്ന് വിധി എഴുതുവാൻ കരുത്തുള്ളവന്റെ കൃപാദാനങ്ങളെ സ്വീകരിക്കുന്ന ആളുകളായി നാം ഈ പരിശുദ്ധന്റെ മധ്യസ്ഥതയിൽ ഈ ദേവാലയത്തിൽ ഇരിക്കുകയാണ്. നാം അവസാനിച്ചെന്ന് പറഞ്ഞിട്ടുള്ള സകലത്തിന്റെയും ഇടങ്ങളിൽ നിന്ന് ഒന്നും അവസാനിച്ചിട്ടില്ല എന്ന് പറയുന്ന സ്നേഹത്തിന്റെ, നന്മയുടെ, ദൈവാത്മബോധ്യത്തിന്റെ, ദൈവസ്നേഹത്തിന്റെ കൃത്യമായ കരങ്ങൾ നമ്മെ ഉയർത്തിപ്പിടിക്കുന്നു. ആ ഉയർത്തിപ്പിടിക്കുന്ന കരങ്ങളിലേക്ക് പൂർണ്ണമായി എത്തി നിൽക്കുവാൻ നമുക്ക് കഴിയട്ടെ. ഉൽപ്പത്തി പുസ്തകം 42-ാം അധ്യായത്തിലേക്ക് വീണ്ടും കടന്നു വരുമ്പോൾ ഒരു വലിയ ക്ഷാമത്തിന്റെ കാലഘട്ടത്തെ വിവരിക്കുകയാണ്. ക്ഷാമം എന്ന് പറയുമ്പോൾ തീവ്രമായ ക്ഷാമത്തിന്റെ കാലഘട്ടമാണ്. ഈ ക്ഷാമ കാലഘട്ടത്തിലാണ് യാക്കോബ് തന്റെ പുത്രന്മാരെ എവിടേക്ക് അയക്കുന്നത്? യോസഫിന്റെ അടുക്കിലേക്ക്, മിസ്രൈമിലേക്ക് അയക്കുന്നത്. ഫറവോൻ തന്റെ രാജകീയമായ മുദ്രമോതിര നൽകിയ മനുഷ്യൻ, രാജകീയമായ വസ്ത്രവും സ്വർണമാലയവും നൽകി ഉയർത്തിപ്പിടിക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യന്റെ പേര് യോസഫ് എന്ന് തന്നെയാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിയുമ്പോൾ ഫറവോന്റെ സ്വപ്നത്തെ അതിശ്രേഷ്ഠമായി വ്യാഖ്യാനിച്ച ഒരു മനുഷ്യനാണ് ആര്? യോസഫ്. യോസഫിന് അങ്ങനെ ഒരു കഴിവ് കൂടി ഉണ്ടായിരുന്നു, സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കുന്ന ഒരു അപാരമായ കഴിവ്. തിന്മയിൽ നിന്ന് നന്മയിലേക്ക് സ്വപ്നങ്ങൾ കൊണ്ട് ചരിത്രം എഴുതിയ മനുഷ്യന്റെ പേരാണ് യോസഫ്. ഫറവോന്റെ സ്വപ്നത്തെ കൃത്യമായി വിവരിച്ചു കൊടുത്തു, മുൻകരുതുകൾ എടുക്കണമെന്ന് കൃത്യമായി ഓർമ്മിപ്പിച്ചു കൊടുത്തു. ആ മുൻകരുതുകളെ ഹൃദയത്തോട് സ്വീകരിച്ചത് കൊണ്ട് ആ ദേശത്ത് ക്ഷാമം അത്രമേൽ ബാധിച്ചില്ല. ക്ഷാമത്തിന്റെ കാലഘട്ടത്തിൽ നിന്ന് സമൃദ്ധിയുടെ ഔന്നത്യങ്ങളിലേക്ക് ഒരു സമൂഹത്തെ മുഴുവൻ വഴി നടത്തുവാൻ കഴിഞ്ഞ മനുഷ്യന്റെ പേരും യോസഫ് എന്ന് തന്നെയാണ്. ഫറവോൻ തന്റെ രാജകീയമായ മുദ്രമോതിരം അവന് നൽകുന്നു. അവന്റെ വസ്ത്രവും സ്വർണമാലയും ഒക്കെ അവനെ ധരിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അവനെ ആ സമൂഹത്തിന്റെ ഭരണകർത്താവായി മാറ്റുന്നുണ്ട്. എത്ര ഭംഗിയായിട്ടാണ് ഒരു മനുഷ്യന്റെ ജീവിതം തകിടം മറിയുന്നത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. നമ്മൾ ലോകത്തിലേക്ക് കടന്നു വന്ന് ലോകത്തിന്റെ എല്ലാ സുഖ സൗകര്യങ്ങളും ഒരു പരിധിവരെ അനുഭവിച്ചിട്ടും നാം ചിന്തിക്കുന്നത് പോലെ നമ്മുടെ ജീവിതം മാറാറുണ്ടോ? ഉണ്ടോ? നാം ചിന്തിക്കുന്ന പോലെ നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇല്ല. പക്ഷേ ആര് തീരുമാനിക്കുന്നത് പോലെ നമ്മുടെ ജീവിതങ്ങൾ മാറുന്നുണ്ട്? യഹോവയായ ദൈവം തീരുമാനിക്കുന്നത് പോലെ നമ്മുടെ ജീവിതങ്ങൾ മാറുന്നുണ്ട്. സങ്കടത്തിന്റെ പെരുമഴക്കാലം നമ്മുടെ ഹൃദയങ്ങളിലുണ്ട്, വേദനകളുണ്ട്, അനേകം അപേക്ഷകൾ ദൈവസന്നിധിയിൽ പകരുവാനുണ്ട്. ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കണമേ എന്ന ആത്മവേദനയുടെ വ്യഥയുടെ സ്വരം ഹൃദയം ഇടയിടയ്ക്ക് മന്ത്രിക്കുന്നുണ്ട്. ഓരോ മനുഷ്യനും ദൈവസന്നിധിയിൽ കരങ്ങൾ ചേർത്ത് പിടിക്കുമ്പോൾ, കണ്ണുനീരുകൾ ധാരധാരയായി ഒഴുക്കുമ്പോൾ അവന്റെ സന്നിധിയിൽ നീതിയുടെ ഒരു അപേക്ഷ ഉയരുന്നുണ്ട്. ആ വേദനകളെ മറിച്ചുകൊണ്ട്, ആ വേദനകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് യഹോവയായ ദൈവം എപ്പോഴും നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഇടപെടുന്നുണ്ട്. അങ്ങനെ ഇടപെട്ടതിന്റെ ആകത്തുകയാണ് അടിമത്തത്തിൽ നിന്ന് രാജഭരണത്തിലേക്ക് മാറുന്ന യോസഫിന്റെ ജീവിതം. നമ്മുടെ ജീവിതവും അങ്ങനെ തന്നെയാണ്. നാം ഒന്നിലും നിരാശരാകരുത്. ഏത് വേദനയുടെ നടുവിലും നിരാശ നമ്മളെ ബാധിക്കരുത്. ആരൊറ്റപ്പെടുത്തിയാലും നിരാശയുടെ പടുകുഴികളിലേക്ക് നാം പ്രയാണം ചെയ്യരുത്. ഏത് പ്രതിസന്ധി വന്നാലും നിരാശ നമ്മെ ബാധിക്കരുത്. നിരാശ ബാധിച്ചു കഴിഞ്ഞാൽ നാം വല്ലാതെ ദൈവസന്നിധിയിൽ നിന്ന് അകന്നുപോകും. പ്രത്യാശയുടെ, പ്രതീക്ഷയുടെ പുതിയ കിരണങ്ങൾ ജീവിതത്തിൽ ഊട്ടിയുറപ്പിക്കുവാൻ കഴിയണം. അങ്ങനെ ഊട്ടിയുറപ്പിക്കുവാൻ കഴിയുന്നത് കൊണ്ടാണ് ദൈവസന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുവാൻ പറയുന്നത്. അഹന്തയുടെ മനോഭാവങ്ങൾ തച്ചുടച്ച് കളയണം. താഴ്മയുടെ വിജയപാത സ്വീകരിക്കുവാൻ കഴിയണം. അങ്ങനെ ആ ഒരു വിജയപാതയിലേക്ക് കടന്നു വരുമ്പോൾ അടിമത്തത്തിൽ നിന്ന്, അരാജകത്വത്തിൽ നിന്ന്, അരുകുവൽക്കരിക്കപ്പെട്ട അവസ്ഥകളിൽ നിന്ന് ദൈവത്തിന്റെ ഹൃദയത്തോട് ചേർന്ന്, അവന്റെ കരതാരിനോട് ചേർന്ന്, അവന്റെ കരങ്ങളുടെ സമദൂരത്തിലിരുന്നു കൊണ്ട് അവനോട് പ്രാർത്ഥിക്കുവാനും അവന്റെ സന്നിധിയിൽ അപേക്ഷകൾ നിർമ്മിക്കുവാനും നമുക്ക് കഴിയും. പ്രിയമുള്ളവരെ, യോസഫ് അടിമത്തത്തിൽ നിന്ന് രാജകീയതയിലേക്ക് നയിക്കപ്പെടുന്നത് അവന്റെ ജീവിതത്തിൽ യഹോവയായ ദൈവത്തോടുള്ള പൂർണ്ണമായ വിശ്വസ്തത കൊണ്ടാണ്. ഏത് സങ്കീർണ സാഹചര്യങ്ങളിലും തന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് യോസഫിന്റെ ജീവിതത്തിന്റെ അടിസ്ഥാന മൂല്യമായിരുന്നു. ഒരിക്കൽ പോലും അതിൽ നിന്ന് വ്യതിചലിക്കപ്പെടുവാൻ അവന്റെ ജീവിതത്തിൽ ഏത് നിരാശയുടെ കാലഘട്ടത്തിലും ഏത് പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലും ഇടവരുത്തിയിട്ടില്ല.
അങ്ങനെ ഒരു മനുഷ്യൻ സുന്ദരമായി തൻ്റെ ജീവിതത്തെ യഹോവയായ ദൈവത്തിന്റെ കൽപ്പനകളോട് ചേർത്തുവെച്ച്, യഹോവയായ ദൈവത്തിന്റെ പാടവങ്ങളോട് ചേർത്തുവെച്ച്, അവന്റെ സാന്നിധ്യബോധ്യങ്ങളോട് ചേർത്തുവെച്ച് മാറ്റി എഴുതിയ മഹാമാറ്റത്തിന്റെ പേര്, അവന്റെ പേരാണ് യോസഫ് എന്നത്. നമ്മുടെ ജീവിതവും അങ്ങനെ ഒരു മാറ്റത്തിലേക്ക് വരട്ടെ. അടിമയായി വിൽക്കപ്പെട്ട് വിടുവേല ചെയ്ത് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട യുവാവ് മിസ്രൈമിന്റെ ഭരണകാര്യത്തിലേക്ക് കടന്നു വരുന്നു. തന്നെ ഒറ്റയ്ക്കാക്കിപ്പോയ സഹോദരങ്ങൾ അവന്റെ അടുക്കിലേക്ക് കടന്നു വരുന്നത് പിന്നീടുള്ള ഭാഗങ്ങൾ കൃത്യമായി വിവരിക്കുന്നുണ്ട്. അവരെ തിരിച്ചറിഞ്ഞിട്ടും തിരിച്ചറിയാതെയൊക്കെ അവരോട് ഈ മനുഷ്യൻ സംസാരിക്കുന്നുണ്ട്. സംഭാഷണങ്ങൾ അനവധിയുണ്ട്. തൻ്റെ ഇളയ സഹോദരനായവനെ തിരിച്ചറിയുന്നുണ്ട്. ഇവരെ എല്ലാം വിളിച്ചിരുത്തി വിരുന്ന് കൊടുക്കുന്നുണ്ട്. ആ വിരുന്നിന്റെ നടുവിലും ഇവരെ ഒന്നും തിരിച്ചറിയാത്ത മനോഭാവം ഇവരുടെ ഉള്ളിലേക്ക് കടത്തിവിടുന്നുണ്ട്. ആരൊക്കെ തള്ളിക്കളഞ്ഞാലും, ആരൊക്കെ നമ്മുടെ വിരുന്നുകളെ ഉപേക്ഷിച്ചാലും, നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന വിരുന്നുകളിലേക്ക് തള്ളപ്പെട്ടവരെയും തഴയപ്പെട്ടവരെയും ഒക്കെ ക്ഷണിക്കുവാനുള്ള അവസരം ആര് നമുക്ക് തരും? യഹോവയായ ദൈവം നമുക്ക് തരും. ഏത് വിരുന്നിന്റെ നിഷേധാത്മക നിലപാടുകളിൽ നിന്നും, ഏത് വിരുന്നിന്റെ മൂല്യമില്ലാത്ത അവസ്ഥകളിൽ നിന്നും നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന മഹാവിരുന്നിന്റെ പുതിയ സംസ്കാരങ്ങളിലേക്ക് നാം കൃത്യമായി എത്തുമ്പോൾ, നമ്മെ ഉപേക്ഷിക്കപ്പെട്ടവർ, നമ്മെ തള്ളിക്കളഞ്ഞവർ, നമ്മെ ആരുമില്ലാതെ ആക്കിയവർ, അവരെയും ആ വിരുന്നിലേക്ക് ക്ഷണിക്കുവാനുള്ള അവസരം ആര് നമുക്ക് തരുന്നുണ്ട്? യഹോവയായ ദൈവം നമുക്ക് തരുന്നുണ്ട്. പ്രിയമുള്ളവരെ, യോസഫ് തന്റെ ജീവിതത്തിലൂടെ വരച്ചു കാട്ടുന്നത് അത് തന്നെയാണ്. ആര് നിഷേധിച്ചാലും യഹോവയായ ദൈവം തള്ളിക്കളയുകയില്ല. യഹോവയുടെ കരങ്ങൾ അവനോട് ഒപ്പം എപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെ ചില മനുഷ്യരുണ്ട്, യഹോവയുടെ കരങ്ങൾക്ക് മീതെ സഞ്ചരിക്കുന്ന ചില മനുഷ്യർ. യഹോവയായ ദൈവത്തിന്റെ കരങ്ങൾക്ക് മീതെ സഞ്ചരിക്കുന്ന ചില മനുഷ്യരുണ്ട്. അങ്ങനെയുള്ള അനേക മനുഷ്യർ നമ്മുടെ ഈ ജീവിതത്തിൽ നാം കണ്ടുമുട്ടിയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ ഇന്നലകളിൽ നാം ഒറ്റപ്പെട്ടു പോകുമെന്നറിഞ്ഞിട്ടും, ജീവിതത്തിന്റെ പ്രയാസ കാലഘട്ടങ്ങളിൽ നാം വീണുപോകുമെന്നറിഞ്ഞിട്ടും, അങ്ങനെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന അനേകം മനുഷ്യർ നമ്മുടെ ഇടങ്ങളിലുണ്ട്. പ്രിയമുള്ളവരെ, നാം ഇന്നിരിക്കുന്നതും അങ്ങനെയുള്ള ഒരു പരിശുദ്ധന്റെ സന്നിധിയിലാണ്. ദൈവത്തിന്റെ ചിന്തകൾക്ക്, ദൈവത്തിന്റെ ദൈവാഗ്രഹമായ ദൈവികമായ അനുഗ്രഹങ്ങളാൽ ഒരു മനുഷ്യ സമൂഹത്തെ മുഴുവൻ ദൈവാശ്രയ ബോധ്യങ്ങളിലേക്ക് ഊട്ടിയുറപ്പിച്ച ഒരു പരിശുദ്ധന്റെ സന്നിധിയിൽ, പ്രിയമുള്ളവരെ, ഓരോ പ്രാർത്ഥനകളും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളായി തിരികെ ലഭിക്കുവാൻ നമുക്കിടയാകട്ടെ. രണ്ടാമതായി ഒരു വ്യക്തിത്വത്തെ പരിചയപ്പെടുത്താനുള്ളത് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-ാം അധ്യായം 2-ാം വാക്യം മുതൽ 2 രാജാക്കന്മാരുടെ പുസ്തകം 1-ാം അധ്യായം വരെ നീണ്ടു നിൽക്കുന്ന ഒരു മനുഷ്യൻ, അഗ്നിയുടെ പ്രവാചകൻ എന്ന വേദപുസ്തകം സാക്ഷിക്കുന്ന ഒരു മനുഷ്യൻ, ജീവിതത്തിലുടനീളം ഇസ്രായേലിന്റെ രാജ്യത്വ ബോധ്യങ്ങളെ തകിടം മറിച്ച ഒരു മനുഷ്യൻ, ദൈവസന്നിധിയിൽ കൃത്യമായി ജീവിതത്തെ ക്രമീകരിച്ച ഒരു മനുഷ്യൻ. മനുഷ്യന്റെ പേര് ഏലിയാവ് എന്നാണ്. ഏലിയ പ്രവാചകൻ. ആഹാബിന്റെയും ഒക്കെ കാലഘട്ടത്തിൽ ഇസ്രായേലിന് പ്രവാചക ദൗത്യം ഏറ്റെടുത്ത ഒരു പ്രവാചകൻ. നമുക്കറിയാം, ആഹാബിന്റെ ഭാര്യയായ യേസബേൽ ബാൽ ദേവനെ ആരാധിക്കുന്ന ഒരുവളായിരുന്നു. ആ പശ്ചാത്തലത്തിൽ നിന്ന് കടന്നു വന്ന ഒരുവളായിരുന്നു. അവളുടെ തീക്ഷ്ണമായ പരിശ്രമം, അവളുടെ അക്ഷീണമായ പ്രവർത്തനങ്ങൾ ഒക്കെ കൊണ്ട് ഒരു പരിധിവരെ ബാൽദേവ വിഗ്രഹ ആരാധനയിലേക്ക് ഇസ്രായേൽ ജനം വഴിമാറുന്നുണ്ട്. ഇസബേലിന്റെ ആവശ്യങ്ങൾക്ക് അനുസൃതമായി പെരുമാറുന്ന ഒരു രാജാവായി ആഹാബ് മാറുന്നുണ്ട്. പാപങ്ങൾ കുന്നുകൂടുന്നുണ്ട്, പെരുകുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ ഇതിനെയെല്ലാം എതിർത്തുകൊണ്ട് യഹോവയുടെ സന്നിധിയിൽ യഹോവയായ ദൈവത്തെ, സത്യദൈവത്തെ ആരാധിക്കുന്ന ഒരു സമൂഹത്തെ വീണ്ടും ആ തിരിച്ചറിവിലേക്ക് കൊണ്ടെത്തിക്കുവാൻ വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ ജീവിതം അങ്ങനെ കാഴ്ചയായി സമർപ്പിക്കുന്ന ഒരു മനുഷ്യന്റെ പേരാണ് ഏലിയ പ്രവാചകൻ. ഏലിയ പ്രവാചകൻ ഈ തിന്മയുടെ ഈ ആവിഷ്കാരം വല്ലാതെ പെരുകുമ്പോൾ ആഹാബിനോട് പറയുന്നുണ്ട്, ഞാൻ കൽപ്പിക്കുന്നതുവരെ, യഹോവയാണേ ഞാൻ കൽപ്പിക്കുന്നതുവരെ ഇനി മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല. ഇത് പറഞ്ഞതിന് ശേഷം ഏലിയാവിന്റെ യാത്ര തുടങ്ങുകയാണ്. ഏലിയാവിന്റെ ജീവിതത്തിൽ പ്രവാചക ദൗത്യങ്ങളിൽ കൂരമ്പുകളാൽ തറയ്ക്കേണ്ട ദൈവ സാന്നിധ്യങ്ങളെ, ദൈവബോധ്യങ്ങളെ, ദൈവികമായ കൽപ്പനകളെ, അരുളപ്പാടുകളെ കൃത്യമായി പറഞ്ഞുകൊണ്ട് ഏലിയാവിന്റെ യാത്ര തുടങ്ങുന്നത് അവിടെ നിന്നാണ്. ആഹാബിനോട് പറയുകയാണ്, യഹോവയാണേ ഞാൻ ഇനി പറയുന്നതുവരെ മഞ്ഞും മഴയും ഈ നാട്ടിൽ ഉണ്ടാകുകയില്ല. എത്ര തീവ്രമായ ഒരു പ്രവചനമാണ് ഏലിയ പ്രവാചകൻ നടത്തുന്നത്. ക്ഷാമം പടിവാതിലെത്തി നിൽക്കുന്ന ഒരു കാലഘട്ടം. ജീവനുകൾ നഷ്ടപ്പെട്ടു പോയേക്കാം, കൃഷികൾ, കന്നുകാലികൾ, അങ്ങനെയുള്ളവെല്ലാം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കുള്ള ഒരു മുന്നറിയിപ്പ് ആഹാബിന് നൽകുകയാണ്.
എന്നാൽ ഏലിയ പ്രവാചകനെ യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, നീ കെരീത് തോട്ടിനരികിലേക്ക് ചെന്ന് അവിടെ ഒളിച്ചിരിക്കണം. നീ കെരീത് തോടിനടുക്കിലേക്ക് ചെന്ന് അവളെ ഒളിച്ചിരിക്കണം. ഏലിയാവിനെ സംരക്ഷിക്കുന്ന ദൈവം, ഏലിയാവിനെ വഴി നടത്തുന്ന ദൈവം, ഏലിയാവിനെ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന യഹോവയായ ദൈവം അവൻ്റെ ജീവനെ സംരക്ഷിക്കുവാൻ വേണ്ടി അവന് മുന്നറിയിപ്പ് നൽകുകയാണ്. നീ കെരീത് തോടിനടുക്കിലേക്ക് കടന്നു ചെന്ന് അവളെ ഒളിച്ചിരിക്കണം. നിനക്ക് കുടിക്കുവാനുള്ള വെള്ളം അവിടെ നിന്ന് എടുക്കണം. നിനക്ക് ആഹാരം ഞാൻ കാക്കയിൽ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. ഒരു കാക്കയുടെ വക്കൽ ഏലിയ പ്രവാചകന് ഭക്ഷണമൊരുക്കുന്ന ദൈവം, പ്രതിസന്ധികളുടെ നടുവിൽ, പ്രതികൂലതകളുടെ നടുവിൽ നാം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന് അനുഗ്രഹത്തിന്റെ നല്ല ദിനങ്ങൾ കൃത്യമായി നമുക്ക് എത്തിക്കുന്ന ദൈവം, ആ ദൈവം തന്നെയാണ് ഏലിയ പ്രവാചകന് കാക്കയുടെ കയ്യിൽ അപ്പവും ഇറച്ചിയും കൊടുത്തുവിട്ടത്. കെരീത് തോടിന്റെ വെള്ളം കൊണ്ട് തന്റെ ദാഹത്തെ ശമിപ്പിക്കുവാനും കാക്കയുടെ കയ്യിൽ കൊടുത്തുവിടുന്ന ആഹാരം കൊണ്ട് തന്റെ വിശപ്പിനെ അടുക്കുവാനും വേണ്ടി യഹോവയായ ദൈവം ഏലിയാവിന് അവസരം നൽകുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള അവസരങ്ങൾ വന്നുപോയിട്ടുണ്ട്. നാം തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ജീവിതത്തിൽ ക്ഷാമം വന്ന കാലഘട്ടമുണ്ട്. ആരും സഹായിക്കാനില്ലാതിരുന്ന കാലഘട്ടമുണ്ട്. പ്രയാസങ്ങൾ കൊണ്ട് ഒറ്റയ്ക്കിരുന്ന് വെള്ളതേച്ച മതിലിനോട് ചേർന്നിരുന്ന കണ്ണുനീരുകൾ മാത്രം കൂട്ടായിരുന്ന ദിനരാത്രങ്ങളുണ്ട്. അവിടെയാണ് ഏലിയാവിന് കൊടുക്കുന്ന അതേ ഉറപ്പ് യഹോവയായ ദൈവം എനിക്കും നിങ്ങൾക്കും തരുന്നത്. എന്ത് ഇല്ല എന്ന് പറയുന്നിടത്തും എന്തും നിർമ്മിക്കുവാൻ കഴിയുന്ന ഒരു ദൈവം. ശൂന്യതയുടെ ഊടുവഴികൾക്കപ്പുറമായി സമൃദ്ധിയുടെ കൃത്യമായ പുതിയ വഴികളെ തുറക്കുവാൻ കരുത്തുള്ള ദൈവം. ആ ദൈവത്തിലാണ് നമ്മുടെ ഹൃദയങ്ങളെ ഉറപ്പിക്കേണ്ടത്. ആ ദൈവത്തിന്റെ സന്നിധിയിലാണ് നമ്മുടെ കണ്ണുനീരുകളെ ഒഴുക്കേണ്ടത്. ആ ദൈവത്തിന്റെ കരങ്ങളിലാണ് നാം നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കേണ്ടത്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഈ നോമ്പ് കാലഘട്ടം നമ്മോട് ആവശ്യപ്പെടുന്നതും അത് തന്നെയാണ്. എന്ത് ഇല്ലായ്മയുടെ കാലഘട്ടത്തിലും, ഏത് പ്രയാസത്തിന്റെ കാലഘട്ടത്തിലും നിന്റെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കുവാൻ, അത്ഭുതങ്ങൾ വരുത്തുവാൻ കഴിവുള്ള ഒരു യഹോവയായ ദൈവം നിന്റെ ഹൃദയത്തെ, നിന്റെ വേദനകളെ, നിന്റെ പ്രയാസങ്ങളെ, നിന്റെ കണ്ണുനീരായ ദൈവമാണ്. കെരീത് തോട് വറ്റുമ്പോഴും യഹോവയായ ദൈവം ക്ഷാമം നേരിടുന്ന ആ ദേശത്ത് ആ കെരീത് തോട് വറ്റിപ്പോകുമ്പോൾ യഹോവയായ ദൈവം അവിടെ നിന്നും ഒരു യാത്ര ഏലിയാവിനോട് പറയുന്നുണ്ട്. നീ എവിടേക്ക് പോകണം? എഴുന്നേറ്റ് സീദോനോട് ചേർന്ന് സാരാപത്തിലേക്ക് ചെന്ന് അവിടെ ഒരു വിധവയെ നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കിയിട്ടുണ്ട്. അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന മനുഷ്യന്റെ പേര് ഏലിയാവ് എന്നാണ്. ജീവിതത്തിൽ വിസ്മയങ്ങളുടെ പെരുമഴക്കാലം സൃഷ്ടിച്ച മനുഷ്യനാണ് ഏലിയാവ്. ഒരിക്കലും ഒരു സഹായവും തന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയില്ല എന്ന് പറഞ്ഞുകൊണ്ട് യഹോവയായ ദൈവത്തിൽ നിന്ന് വ്യതിചലിച്ച് വിശ്വാസബോധ്യങ്ങളെ തിരസ്കരിച്ചുകൊണ്ട് ആഹാബിന്റെ അടുത്ത് ചെന്ന് സാഷ്ടാംഗ പ്രണമിച്ച് ബാൽദേവനെ ആരാധിച്ച് എല്ലാ സൗഭാഗ്യങ്ങളും സ്വീകരിച്ച് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഏലിയാവിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. തിരിച്ചറിയാതിരുന്ന മനുഷ്യനല്ല ഏലിയാവ്. മറിച്ച് തന്നെ വിളിച്ചത് ജീവനുള്ള ദൈവമാണ്. തന്നെ ഇന്നുവരെ പോറ്റി പുലർത്തിയത് ജീവനുള്ള ദൈവമാണ്. ഏത് പ്രയാസവും ജീവിതത്തിൽ തരണം ചെയ്യുവാൻ യഹോവയായ ദൈവത്തിന്റെ സാന്നിധ്യം മാത്രം മതി എന്ന് തിരിച്ചറിഞ്ഞ മനുഷ്യന്റെ പേരാണ് ഏലിയാവ്. ഏലിയാവ് സാരാബാദിലേക്ക് കടന്നു ചെന്ന് ആ നഗര കവാടത്തിന്റെ ആധിക്യത്തിൽ തന്നെ അവൻ ആ വിധവയെ കണ്ടെത്തുന്നുണ്ട്. ആ വിധവ ആ സമയത്ത് വിറകുകൊള്ളികൾ പറക്കിയെടുക്കുകയാണ്. എന്തിനാണെന്ന് ആ വേദഭാഗം നമ്മെ വല്ലാതെ ഓർമ്മപ്പെടുത്തുന്നു. 1 രാജാക്കന്മാർ 17-ാം അധ്യായം വിവരിക്കുന്നത് അനുഗ്രഹീതമായ വിജയത്തിന്റെ കാലഘട്ടമാണ്. ഈ സാരാഭാത്തിലെ വിധവയുടെ അടുക്കിലേക്ക് കടന്നു ചെന്ന് അല്പം വെള്ളവും അല്പം ഭക്ഷണവും ഈ മനുഷ്യൻ ചോദിക്കുന്നുണ്ട്. ഈ പ്രവാചകൻ ആവശ്യപ്പെടുന്നുണ്ട്. വെള്ളം ചോദിച്ചു കഴിഞ്ഞപ്പോൾ സാരാഭാത്തിലെ വിധവ അത് കൊടുക്കുവാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ യാത്ര പുറപ്പെടുന്നുണ്ട്. അപ്പോൾ അവളെ വിളിച്ചു പറയുന്നുണ്ട്, ഒരു കഷ്ണം അപ്പവും കൂടി കൊണ്ടുവരണമേ എന്ന്. ഓരോ മനുഷ്യന്റെ സാഹചര്യങ്ങളെയും അറിഞ്ഞ് അവരുടെ ജീവിതത്തിലേക്ക് സഹായത്തിന്റെ പുതിയ കരങ്ങൾ നിർമ്മിക്കുന്നത് യഹോവയായ ദൈവമാണ്. ക്ഷാമം രൂപപ്പെട്ട്, ക്ഷാമം വല്ലാതെ പിടിപെട്ട് അല്പ ആഹാരം മാത്രം നിർമ്മിക്കുവാനുള്ള ഒരു ശേഷിപ്പിലേക്കാണ് ഈ വിധവ തൻ്റെ ഈ പ്രയാണം നടത്തുന്നത്. വിറകുകൾ പറക്കിയെടുത്ത് ഭക്ഷണമുണ്ടാക്കി താനും തൻ്റെ മകനും മരണത്തിലേക്ക് പോകുവാൻ തയ്യാറെടുക്കുകയാണ്. അപ്പോഴാണ്
യഹോവയായ ദൈവത്തിന്റെ പ്രവാചകൻ അവളുടെ അടുക്കിലേക്ക് കടന്നു വരുന്നത്. ഒരേ സമയത്ത് 2 ജീവിതങ്ങളെ പ്രയാസങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്ന ദൈവം, നാം ചിന്തിക്കുന്നതിനപ്പുറമായി, നമ്മുടെ ചിന്താമണ്ഡലങ്ങൾക്കപ്പുറമായി, നമ്മുടെ നയനമനോഹരങ്ങളായ കാഴ്ചപ്പാടുകൾക്കപ്പുറമായി ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ദൈവം. നാം ചിന്തിക്കുന്നത് ഒന്നെങ്കിൽ അനേക 1000 അവസരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ ഗതിമാറ്റിവിടുന്ന ദൈവം. അങ്ങനെ ഈ വിധവയുടെ അടുക്കിലേക്ക് ഈ പ്രവാചകൻ ചെല്ലുമ്പോൾ, പ്രിയമുള്ളവരെ, ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച് നാം ചിന്തിക്കേണ്ടത്, ഇല്ലായ്മയുടെ നടുവുകളിലേക്ക് വീണ്ടും ഒരു പ്രവാചകനെ പറഞ്ഞു വിടുകയാണ്. അവളുടെ ജീവിതം, അവളുടെയും അവളുടെ മകന്റെയും ജീവിതം അവസാനിപ്പിക്കുവാനുള്ള സമയം കടന്നു വരികയാണ്. ആ സമയത്തിന്റെ ആധിക്യത്തിലേക്കാണ് ഏലിയ പ്രവാചകനെ യഹോവയായ ദൈവം അവിടേക്ക് പറഞ്ഞു വിടുന്നത്. ആ മനുഷ്യൻ ചോദിച്ചപ്പോൾ ആ വിധവ വളരെ സങ്കടഹൃദയത്തോടെ പറയുന്നുണ്ട്, അല്പം മാവ് മാത്രമാണ് ഉള്ളത്, അവശേഷിക്കുന്നത്. അതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കിയെടുത്തിട്ട് ഞാനും എൻ്റെ മകനും മരണത്തെ കൈവരിക്കുവാൻ ഇരിക്കുകയാണ്. എത്ര തീവ്രമായ വേദന രൂപപ്പെടുന്ന ഒരു സമയമാണെന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരമ്മയും ഒരു മകനും ഇനി ഒരു ജീവിതം തങ്ങൾക്കില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, അവസാന നിമിഷങ്ങളെ കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട്, ജീവിതത്തിൻ്റെ അവസാനത്തെ കൺമുൻപിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു സന്ദർഭം. ആ സന്ദർഭത്തിലേക്കാണ് ദൈവപുരുഷനായ ദൈവപ്രവാചകനായ ഏലിയാവ് കടന്നു ചെല്ലുന്നത്. ഏലിയാവ് ചോദിക്കുന്നത് അല്പം ആഹാരമാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ പട്ടിണിയാണെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. അത് ഏലിയ പ്രവാചകനോട് പറയുമ്പോൾ ഏലിയ പ്രവാചകൻ തിരിച്ചൊരു മറുപടി നൽകുന്നുണ്ട്, മഴ പെയ്യുന്നതുവരെ കലത്തിലെ മാവ് വറ്റിപ്പോവുകയില്ല. മഴ പെയ്യുന്നതുവരെ കലത്തിലെ മാവ് വറ്റിപ്പോവുകയില്ല. ആഹാവിൻ്റെ ബാൽ വിഗ്രഹ ആരാധനകളുടെ തിട്ടൂരങ്ങളെ കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടെ യഹോവയായ ദൈവം പ്രവാചകത്വത്തെയും ഏൽപ്പിച്ച് പറഞ്ഞതാണ്, ഞാൻ പറയുന്നതുവരെ ഇനി മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല. പ്രതിസന്ധി ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞിട്ടും പ്രതികൂലതകളുടെ നടുവിലും എല്ലാം ഈ വിധവയും ഈ മകനും അവസാനത്തെ ഒരിത്തിരി പറ്റിനു വേണ്ടി ഒരുങ്ങിയിരിക്കുമ്പോൾ ഏലിയാവ് പറയുകയാണ്, മഴ പെയ്യുന്നതുവരെ നിന്റെ കലത്തിലെ മാവ് വറ്റിപ്പോവുകയില്ല. നമ്മുടെ ജീവിതങ്ങളിലും അനുഗ്രഹത്തിന്റെ നല്ല ഇടങ്ങളുണ്ട്, അനുഗ്രഹത്തിന്റെ നല്ല സൂക്ഷ്മ കേന്ദ്രങ്ങളുണ്ട്. അവിടെയുള്ള നല്ല ആത്മീയ പരിസരങ്ങളെ രൂപപ്പെടുത്തേണ്ടത് ഈ കാലഘട്ടത്തിന്റെ അനിവാര്യമാണ്. ജീവിതത്തിൽ നഷ്ടബോധങ്ങൾ ഹൃദയത്തെ വേദനപ്പെടുത്തുമ്പോൾ, നിരാശയുടെ പടുകുഴികളിലേക്ക് നാം ആഴ്ന്നിറങ്ങുമ്പോൾ, ഇനി മഴയുണ്ടാകുന്നതുവരെ നിന്റെ കലത്തിലെ മാവ് വറ്റിപ്പോവുകയില്ല എന്നുള്ള യഹോവയുടെ ഉറപ്പ് ഏലിയാ പ്രവാചകനിലൂടെ ആ വിധവയിലേക്ക് എത്തുകയാണ്. ആ വിധവ ആ വാക്ക് കേട്ടുകൊണ്ട് ആ പ്രവാചകന് ഈ ഭക്ഷണം കൊടുക്കുന്നു. പിന്നീട് അത്ഭുതമല്ലേ സംഭവിക്കുന്നത്? മനുഷ്യൻ വിധി എഴുതിയെടുത്ത് ദൈവം വിധി തീർപ്പാക്കുന്ന നിമിഷം. മനുഷ്യ ഹൃദയം കൊണ്ട് വിധി എഴുതിയെടുത്ത് ദൈവം വിധി തീർപ്പാക്കുന്ന നിമിഷം, അനുഗ്രഹം സൃഷ്ടിച്ച നിമിഷം. പ്രിയമുള്ളവരെ, ഏലിയാവ് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് അവിടെ ആ സാഹചര്യങ്ങളിലേക്ക് രൂപപ്പെടുമ്പോൾ ഈ വിധവയുടെ മകന്റെ ജീവന് ആപത്ത് സംഭവിക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ നമുക്കേറെ പരിചിതമാണ്. ഈ ജീവന് ആപത്ത് സംഭവിക്കുമ്പോൾ ഈ വിധവ ഏലിയാവിനോട് പ്രയാസം തുറന്നു പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഏലിയാവ് ആ മാളിക മുറിയിലേക്ക് കയറി ഈ ബാലന്റെ മേൽ 3 വട്ടം കവിണ് വീണിട്ട് യഹോവയോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഏലിയാവിന്റെ പ്രാർത്ഥന യഹോവയായ ദൈവം കേൾക്കുന്നുണ്ട്. പ്രതിസന്ധികളുടെ നടുവിൽ താങ്ങിയ കരങ്ങളെ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വവും ആർക്കുണ്ട്? യഹോവയായ ദൈവത്തിനുണ്ട്. ഏതൊരു മനുഷ്യന്റെ ജീവിതങ്ങളിലെ പ്രതിസന്ധി കാലഘട്ടങ്ങളിൽ എനിക്കും നിങ്ങൾക്കും സഹായഹസ്തവുമായി കടന്നു ചെല്ലുവാൻ കഴിയുന്നുണ്ടെങ്കിൽ, നാളെ എന്റെയും നിങ്ങളുടെയും വീഴ്ചയുടെ കാലഘട്ടങ്ങളിൽ ദൈവം നമ്മെ സഹായത്തിനായി മറ്റൊരുവനെ അയക്കും. അതൊരു ഉറപ്പാണ്. നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ തീക്ഷ്ണമായ പ്രത്യാശാസ്ത്രങ്ങൾക്കപ്പുറമായി ദൈവികമായ നന്മയുടെ പുതിയ സുവാർത്തപരമായ ആശയങ്ങളെ രൂപീകരിക്കുവാൻ നമുക്ക് കഴിയണം. ദൈവത്തിന്റെ സ്നേഹത്തെ തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം. ദൈവികമായ കാഴ്ചപ്പാടുകളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് സമൂഹത്തിന്റെ ഉള്ളറകളിലേക്ക്, സമൂഹത്തിന്റെ നഗരവാടങ്ങളെ പ്രദാനം ചെയ്തുകൊണ്ട് ആ സന്ദേശത്തെ പൂർത്തീകരിക്കുവാൻ നമുക്ക് കഴിയണം. ഈ നോമ്പ് നമ്മോട് ആവശ്യപ്പെടുന്നതും അതുതന്നെയാണ്. മറ്റുള്ളവരിലേക്ക് സഹായത്തിന്റെ പുതിയ കരങ്ങൾ എത്തിക്കുവാൻ നമുക്ക് കഴിയട്ടെ. അങ്ങനെ ആ ബാലന്റെ ജീവൻ യഹോവയായ ദൈവം തിരിച്ചു നൽകുന്നുണ്ട്. അപ്പോൾ ഒരു സാക്ഷ്യം ആ വിധവ പറയുന്നുണ്ട്,
രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-ാം അധ്യായം 24-ാം വാക്യം. നീ ദൈവപുരുഷനെന്നും നിന്റെ നാവിന്മേലുള്ള യഹോവയുടെ വചനം സത്യമെന്നും ഞാൻ അറിയുന്നു. ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ സ്വീകരിച്ച ഒരുവൾ യഹോവയായ ദൈവത്തിന്റെ വചനം അവന്റെ നാവിന്മേലുണ്ടെന്ന് തിരിച്ചറിയുന്ന നിമിഷമാണ്. നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ധാരധാരയായി വന്നിട്ടും അനുഗ്രഹങ്ങളുടെ വലിയ ഘോഷയാത്രകൾ സമ്മാനിച്ചിട്ടും നമ്മളിൽ തിരിച്ചറിയാതെ പോകുന്നത് ഈ മനോഭാവമാണ്. നമ്മിൽ നഷ്ടപ്പെട്ടു പോകുന്നത് ഈ മനോഭാവമാണ്. നിന്റെ നാവിന്മേലുള്ളത് യഹോവയുടെ വചനമാണെന്നും അത് സത്യമാണെന്നും ഞാൻ തിരിച്ചറിയുന്നു. നമുക്ക് എവിടെയാണ് ഈ തിരിച്ചറിവ് നഷ്ടപ്പെട്ടു പോയത്? സൗകര്യങ്ങൾ ഏറെ കൂടിപ്പോയിട്ടുണ്ട്. സൗകര്യങ്ങൾ നമ്മെ വല്ലാതെ കെട്ടിമുറുക്കുന്നുണ്ട്. ആ സൗകര്യങ്ങളുടെ നടുവിലാണ് നാം ഈ തിരിച്ചറിവില്ലാത്ത ആളുകളെ പോലെ രൂപം കൊള്ളുന്നത്. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടമൊക്കെ കടന്നു പോകും. ഈ കാലവും കടന്നു പോകുമെന്ന് വേദപുസ്തകം സാക്ഷിക്കുന്നുണ്ട്. ഈ കാലവും കടന്നു പോകുമ്പോൾ ഇന്നലെയുടെ കാലഘട്ടത്തിൽ അവൻ താങ്ങിയ കരങ്ങളുടെ പ്രതിഫലനങ്ങൾ നാളെയുടെ പൊതുജീവിതങ്ങളിലേക്ക് സാംശീകരിക്കുവാൻ നമുക്ക് കഴിയാതെ പോകരുത്. ഈ ജീവിതത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അനേകം കടപ്പാടുകൾ നമുക്കുണ്ട്, അനേകം പ്രതിബദ്ധതകൾ നമുക്കുണ്ട്. ആശയറ്റവരുടെ ജീവിതങ്ങളിലേക്ക് നാം കടന്നു ചെല്ലണം. പ്രയാസം അനുഭവിക്കുന്ന മനസ്സിന്റെ വേദനകളിലേക്ക് നാം ഇറങ്ങിച്ചെന്ന് അവന്റെ വേദനകളെ തിരിച്ചറിയണം. വേദനയുടെ മൂല്യങ്ങൾ തച്ചുടച്ചുകൊണ്ട് സ്വാന്തനത്തിന്റെ നല്ല മൂല്യങ്ങളെ അവരുടെ ഹൃദയങ്ങളിലേക്ക് ഊട്ടിയുറപ്പിക്കുവാൻ നമുക്ക് കഴിയണം. അങ്ങനെയൊക്കെ കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഈ നോമ്പ് കൊണ്ട് അർത്ഥമുണ്ടാകുന്നത്. അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിനൊരു മാറ്റം സംഭവിക്കുമ്പോഴാണ് ഈ ജീവിതത്തിന് പുതിയ മൂല്യബോധങ്ങളെ സമൂഹത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുവാൻ കഴിയുന്നത്. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 23-ാം വാക്യം 23 മുതലുള്ള വാക്യങ്ങളിൽ ഏലിയാ പ്രവാചകൻ ഒരു വലിയ തുറസായ ഒരു സ്ഥലത്തിലേക്ക് കടന്നു ചെല്ലുന്നുണ്ട്. അത് കർമ്മേൽ പർവ്വതത്തിലെ പരീക്ഷണമാണ്. ബാലിന്റെ പുരോഹിതന്മാരും ഏലിയാവും തമ്മിലുള്ള ഒരു വലിയ ചർച്ച, ഒരു വലിയ പരീക്ഷണം. നിങ്ങളുടെ ദൈവത്തിന്, എൻ്റെ ദൈവം യഹോവയായ ദൈവം സത്യദൈവത്തിന്റെ അത്രയും ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ സംരക്ഷിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ പരീക്ഷണത്തിൽ നിങ്ങൾ വിജയിക്കുമെന്ന് പറയുന്നു. പക്ഷേ അവർ ഉറക്കെ നിലവിളിക്കുന്നു, ഉച്ചവരെ നിലവിളിക്കുന്നു, ബാലേ ബാലേ എന്ന് ഉറക്കെ നിലവിളിക്കുന്നു. യാതൊരു പ്രതികരണവും ഉണ്ടാകുന്നില്ല. സാങ്കല്പികമായ ദൈവ സാന്നിധ്യങ്ങളെ തച്ചുടയ്ക്കുവാനും സാങ്കല്പികമായ ദൈവ രൂപകങ്ങളെ ഇല്ലാതാക്കുവാനും കൃത്യമായി ഏലിയാവ് അവിടെ അവസരം കണ്ടെത്തുകയാണ്. ഏലിയാവ് കൃത്യമായി യാഗപീഠത്തിന്റെ അടുക്കൽ യഹോവയുടെ തച്ചുടഞ്ഞുപോയ യാഗപീഠം കൃത്യമായി അവൻ അവിടെ വീണ്ടും ക്രിയാത്മകമായി അവിടെ രൂപപ്പെടുത്തുന്നുണ്ട്. ആ യാഗപീഠത്തിന്മേൽ ഒരു കാളയെ കൊണ്ടുവന്ന് അവിടെ നിക്ഷേപിച്ചിട്ട് അതിലേക്ക് സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി യാഗവസ്തുക്കളെല്ലാം ദഹിപ്പിക്കുന്നുണ്ട്. സാക്ഷ്യം പറയുന്നത് അത് തന്നെയാണ്. മനുഷ്യനിർമ്മിതമായ ദൈവ ബോധ്യങ്ങൾക്കപ്പുറമായി, മനുഷ്യനിർമ്മിതമായ വിശ്വാസ ബോധ്യങ്ങൾക്കപ്പുറമായി, മനുഷ്യനിർമ്മിതമായ വിശ്വാസ സത്യങ്ങൾക്കപ്പുറമായി സത്യദൈവത്തിന്റെ കൃത്യമായ സാന്നിധ്യത്തെ തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം. സത്യദൈവത്തിന്റെ ജീവിത സ്രോതസ്സുകളെ തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം. സത്യദൈവത്തിന്റെ വചനങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുവാൻ നമുക്ക് കഴിയണം. അങ്ങനെ കഴിയപ്പെടുമ്പോൾ ജീവിതത്തിന്റെ പ്രതിസന്ധികളാകുന്ന പാപത്തിന്റെ ബലിവസ്തുക്കളിലേക്ക് സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി ഈ പാപച്ചുമടുകളെ ദഹിപ്പിക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ പാദങ്ങളിലാണ് നാം ശരണമായിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഏലിയാവ് നമ്മോട് പറയാതെ പറഞ്ഞു വെച്ചു പോകുന്നത് അത് തന്നെയാണ്. നിന്റെ പാപത്തിന്റെ കൂനുകൾ, നിന്റെ പാപത്തിന്റെ ചുമടുകൾ, നിന്റെ പാപത്തിന്റെ ബലിവസ്തുക്കൾ, ആ ബലിവസ്തുക്കളെല്ലാം നീ കൃത്യമായ സന്നിധിയിൽ നിക്ഷേപിക്കണം. അവിടേക്ക് സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി ആ ബലിവസ്തുവിനെ ഇല്ലാതാക്കുവാൻ ശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ ജീവിതത്തിൽ നീ തിരിച്ചറിയണം. 1 രാജാക്കന്മാർ 19-ാം അധ്യായം 8-ാം വാക്യം. അവൻ എഴുന്നേറ്റ് തിന്നുകുടിച്ച് ആഹാരത്തിന്റെ ബലം കൊണ്ട് 40 രാവും 40 പകലും പർവ്വതമായ ഹേറേബോളം നടന്നു. അവിടെ അവനൊരു ഗുഹയിൽ പാർത്തു. ഏലിയാവിനെ വീണ്ടും വഴി നടത്തുന്ന യഹോവയുടെ സാന്നിധ്യമാണ് വീണ്ടും അവിടെ വിവരിക്കുന്നത്. ഈ ബാലിന്റെ പ്രവാചകന്മാരെ എല്ലാം ഏലിയാവ് തകർത്ത് കളയുന്നുണ്ട്. ബാലിന്റെ വിശ്വാസ ബോധ്യങ്ങളെയെല്ലാം തച്ചുടയ്ക്കുന്നുണ്ട്. അവിടെ കൂടി നിന്ന സകല മനുഷ്യരും തിരിച്ചറിയുന്നുണ്ട് സത്യദൈവമായ യഹോവയല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന്. ബാലിന്റെ
വിശ്വാസത്തെ അത്രമേൽ ആഗ്രഹിക്കുകയും അനാചാരങ്ങൾ കൊണ്ട് ഒരു ജനതയെ വഴി നടത്തുകയും ചെയ്ത ഒരുവൻ എങ്ങനെയാണ് ഏലിയാവിൻ്റെ ഈ പ്രവണതകളെ അംഗീകരിക്കുന്നത്? പിന്നീടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഏലിയാവിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഏലിയാവിനെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുമ്പോഴാണ് നാം നേരത്തെ വായിച്ചു കേട്ട വചനം പോലെ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ആഹാരത്തിന്റെ ബലം കൊണ്ട് 40 രാവും 40 പകലും പർവ്വതമായ ഹേറേബോളം നടന്നു. ബാലിന്റെ എല്ലാ പുരോഹിതന്മാരെയും കൊന്നുകളയുകയാണ്. അസത്യത്തിന്റെ മൂടുപടങ്ങളെയെല്ലാം തച്ചുടയ്ക്കുകയാണ്. വിശ്വാസരാഹിത്യങ്ങളുടെ എല്ലാ വിശ്വാസ കോട്ടകളെയും തകർത്തെറിയുകയാണ്. ജനം ചേർത്തു പിടിച്ചു എന്ന് പറയുന്ന അസത്യത്തിന്റെ മൂല്യങ്ങളെയെല്ലാം ഏലിയാവ് അവിടെ നിഷ്ഫലമാക്കുകയാണ്. ഇത്രയും നാള് പറഞ്ഞ് പ്രതിഫലിപ്പിച്ച ബാലിന്റെ വിഗ്രഹത്തിന്റെ ആരാധനകളെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു പ്രവാചകൻ എങ്ങനെയാണ് ഇസബേല് ഇത് സഹിക്കുന്നത്? തന്റെ രാജ്യത്വം അത്രമേൽ ക്രൂരമായി രൂപപ്പെടുത്തിയതിന്റെ പിന്നിൽ ഈ വിശ്വാസരാഹിത്യമുണ്ടായിരുന്നു. അത്രമേൽ അതിനെ ശോഭയാക്കി തീർത്തതിന്റെ പിന്നിൽ ഈ അന്ധവിശ്വാസത്തിന്റെ കൃത്യമായ അടിസ്ഥാന ശിലകൾ ഉണ്ടായിരുന്നു. അതാണ് അഗ്നി ഇറക്കി ഏലിയാവ് ഇല്ലാതെ ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും നാം ചിന്തിക്കേണ്ടത്, ജീവിതത്തിൽ നാം യഹോവയായ ദൈവത്തോട് ചേർന്ന് നടക്കുന്ന മനുഷ്യരാണെങ്കിൽ, നാം ചേർന്ന് നടക്കുന്നത് യഹോവയായ ദൈവത്തെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നിനും നമ്മെ തൊടുവാൻ കഴിയുകയില്ല. നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകണം. പ്രയാസങ്ങളില്ലാതെ എങ്ങനെയാണ് ദൈവത്തെ നാം സ്നേഹിക്കുന്നത്? പ്രയാസങ്ങളില്ലാത്ത കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയുമോ? പ്രയാസത്തിന്റെ കാലഘട്ടം വേണം. പ്രയാസം ഒരു അനുഗ്രഹമാണ്. പ്രതിസന്ധികൾ ഒരു അനുഗ്രഹമാണ്. കണ്ണുനീരൊരു അനുഗ്രഹമാണ്. എങ്കിൽ മാത്രമേ യഹോവയുടെ സന്നിധിയിൽ ചേർന്നിരിക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. അങ്ങനെ ഇസബേല് തൻ്റെ മതപുരോഹിതന്മാരെ എല്ലാം ഇല്ലായ്മ ചെയ്യുന്ന ഏലിയാവിനെ നാളെ ഇതേ സമയത്ത് അവന്റെ ജീവനെ എടുക്കുമെന്ന് ശപഥം ചെയ്യുകയാണ്. അപ്പോഴാണ് യഹോവയായ ദൈവം ഏലിയാ പ്രവാചകനെ ആഹാരം കൊടുത്ത് 40 രാവും 40 പകലും ഹേറേബോളം വഴി നടത്തുന്നത്. 40 രാവും 40 പകലും നാം വേറെ എവിടെയോ കേട്ടിട്ടുണ്ട്. മരുഭൂമിയിലെ യേശുതമ്പുരാന്റെ യാത്ര. കൊടും ക്രൂരതകൾക്ക് നടുവിലും കൊടും തീക്ഷ്ണമായ ജീവിതത്തിന്റെ മൂല്യങ്ങളെ ഇല്ലാതാക്കുന്ന വിശ്വാസ ഹിത്യകളുടെ നടുവിലും ഏലിയാവ് സത്യത്തെ തുറന്നു പറഞ്ഞുകൊണ്ട്, നീതിയുടെ വാതായനങ്ങൾ കൃത്യമായി തുറന്നിട്ടുകൊണ്ട്, സത്യവിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഓരോ മനുഷ്യന്റെ ഹൃദയത്തിലേക്കും യഹോവയായ ദൈവത്വത്തിന്റെ തീക്ഷ്ണമായ തേജസ്സിനെ ഊട്ടിയുറപ്പിക്കുകയാണ്. അങ്ങനെ അത് തിരിച്ചറിയുന്ന എല്ലാ മനുഷ്യരും യഹോവയായ ദൈവം സത്യദൈവമാണെന്ന് ഉറക്കെ വിളിച്ചു പറയുകയാണ്. ഇത് വിളിച്ചു പറയുമ്പോഴാണ് ഇസബേലിന് വല്ലാതെ മനപ്രയാസം ഉണ്ടാകുന്നത്. അവൾ ഏലിയാവിനെ കൊല്ലുവാൻ വേണ്ടി പടനായകന്മാരെ ഒരുക്കുന്നതും അതിനു വേണ്ടി തന്നെയാണ്. അപ്പോഴാണ് അത്ര വലിയ മരണശിക്ഷ വിധിക്കപ്പെട്ട് മരണത്തിന്റെ താഴ്വാരങ്ങളെ സ്വീകരിക്കണമെന്ന് ഇസബേൽ വിധിയെഴുതുന്ന മനുഷ്യനെ 40 രാവും 40 പകലും ഹേറേബോളം വഴി നടത്തുന്ന ഒരു ദൈവം നാം കാണാതെ പോകരുത്. നമ്മുടെ ജീവിതത്തിൽ എല്ലാം ഇല്ലാതായിട്ടും, എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടിട്ടും, എല്ലാ നമ്മുടെ ജീവിതത്തിന്റെ ആശകളും അറ്റുപോയിട്ടും നമ്മെ വഴി നടത്തുന്ന ഒരു ദൈവത്തെ നാം ഒന്ന് തിരിച്ചറിയണം. ആ ദൈവത്തെ തിരിച്ചറിയുമ്പോൾ ജീവിതത്തിന് പുതിയ ഒരു യാത്ര തുടങ്ങേണ്ട സമയം നമുക്ക് മനസ്സിലാകും. ആ യാത്രയിൽ സ്നേഹമായിരിക്കും നമ്മെ വഴി നടത്തുന്നത്. ആ യാത്രയിൽ നമ്മെ വഴി നടത്തുന്നത് അനേകം പ്രാർത്ഥനാ മന്ത്രങ്ങൾ നമുക്ക് മുമ്പേ ദൈവസന്നിധിയിൽ അർപ്പിച്ച പൂർവിക പിതാക്കന്മാരായിരിക്കാം. പ്രിയമുള്ളവരെ, ഏലിയാവ് വഴി നടന്ന് തൻ്റെ യഹോവയായ ദൈവത്തിന്റെ കൽപ്പനകളെയെല്ലാം ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ യഹോവയായ ദൈവത്തിന് ഇരിപ്പിടം നിർമ്മിച്ചുകൊണ്ട് അവന്റെ വാക്കുകളിൽ അണുവിട പോലും വ്യതിചലിക്കാതെ, വിശ്വാസത്തിൽ നിന്ന് അണുവിട പോലും വ്യതിചലിക്കാതെ ആ മനുഷ്യൻ യഹോവയായ ദൈവത്തിന്റെ സത്യകൽപ്പനകളെ ഒരു ജനസമൂഹത്തിന് മുഴുവൻ കൃത്യമായി വിവരിച്ചു കൊടുത്തുകൊണ്ട് ആ മനുഷ്യനെ യഹോവയായ ദൈവം പ്രതിസന്ധികളുടെ നടുവിൽ നടത്തുകയാണ്. ദൈവസന്നിധിയിലേക്ക് ഏലിയാവ് കരയേറിപ്പോകുന്നതും എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഇത്രമാത്രം വിസ്മയങ്ങൾ സൃഷ്ടിച്ച മറ്റൊരു പ്രവാചകൻ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഉണ്ടാകുകയില്ല. ജീവൻ നഷ്ടപ്പെടുമെന്നറിഞ്ഞിട്ടും യഹോവയായ ദൈവത്തിന്റെ വാക്കുകളെ കൃത്യമായി വാൾമുനകൾ പോലെ രാജ്യത്വത്തിന്റെ അപകീർത്തകളിലേക്ക് വിളിച്ചു പറഞ്ഞ മനുഷ്യൻ.
നമുക്കൊക്കെ പ്രതിരോധങ്ങൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ നാം പലതിൽ നിന്നും പിന്മാറാറുണ്ട്. നമുക്ക് ദോഷമാണെന്ന് നാം കരുതുന്ന പലതിൽ നിന്നും നാം ഓടി ഒളിക്കാറുണ്ട്. അങ്ങനെ ഓടി ഒളിക്കുന്ന ഓരോ മനുഷ്യനും ഒരു വലിയ ചോദ്യം ഏലിയാം ഉയർത്തുന്നുണ്ട്. നീ വിളിച്ചപേക്ഷിക്കുന്നത് സത്യദൈവമായ യഹോവയാണോ എന്നുള്ളത്. സത്യദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏതൊരു മനുഷ്യനും നീതിയിൽ നിന്ന് പിന്മാറുവാൻ കഴിയുകയില്ല. സത്യദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏതൊരു മനുഷ്യനും സത്യത്തെ മറച്ചു വെക്കുവാൻ കഴിയുകയില്ല. സത്യദൈവത്തിന്റെ ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യനും ഒരിക്കലും തിന്മയോട് മുഖം തിരിച്ച് യാത്ര ചെയ്യുവാൻ കഴിയുകയില്ല. പ്രിയമുള്ളവരെ, ഈ നോമ്പ് കാലഘട്ടം നമ്മെ അനുഗ്രഹത്തിന്റെ, നീതിയുടെ പുതിയ കലങ്ങളിലേക്ക് എത്തിക്കട്ടെ. ഓരോ മനുഷ്യരും നമ്മുടെ ജീവിതത്തിൽ അർത്ഥപൂരിതമായ സാന്നിധ്യങ്ങളായി നിറഞ്ഞു നിൽക്കുമ്പോൾ നാം ആയിരിക്കുന്ന ഈ അനുഗ്രഹീതമായ പരിശുദ്ധതയുടെ നിറങ്ങൾ വല്ലാതെ നമ്മളെ സ്വീകരിക്കുന്ന ഈ ദേവാലയത്തിൽ പരിശുദ്ധനായ പരിമല തിരുമേനിയും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാതെ ഈ സഭയുടെ സത്യവിശ്വാസത്തെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് നോമ്പനുഷ്ഠാനങ്ങളിൽ ജാഗ്രതയുള്ളവനായിരുന്നതുകൊണ്ട് നമ്മെ വഴി നടത്തിയ പൂർവിക പിതാക്കന്മാരുടെ പാതകളെ പിന്തുടരുവാൻ ദൈവം നമുക്ക് ഇടവരുത്തുന്നുണ്ട്. നാം തിരിച്ചറിയേണ്ടത് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ഇന്നലകളെ കുറിച്ചല്ല. നാം തിരിച്ചറിയേണ്ടത് നഷ്ടപ്പെടുമെന്ന് നാം വിചാരിച്ച് യാത്ര ചെയ്യുന്ന ഇന്നിനെ കുറിച്ചല്ല. മറിച്ച് എല്ലാം ദൈവസന്നിധിയിൽ സുരക്ഷിതമാണെന്ന് പറയുന്ന നാളെയുടെ പുതിയ വിശ്വാസ ബോധ്യങ്ങളിലേക്ക് നാം യാത്രയാകണം. നമ്മെ കാത്തിരിക്കുന്നത് യഹോവയായ ദൈവമാണ്. നമ്മെ തള്ളിക്കളയുന്ന ദൈവമല്ല. നമ്മളെ പാതി വഴിയിൽ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. പ്രയാസങ്ങളുടെ നടുവിൽ ഒറ്റപ്പെടുത്തുന്ന ദൈവമല്ല. യോസഫിനെ തന്റെ സഹോദരന്മാർ ഒറ്റപ്പെടുത്തിയതുപോലെ ഒറ്റപ്പെടുത്തുവാൻ കരുണയില്ലാത്ത മനസ്സിന്റെ അധിപനായിരിക്കുന്ന ഒരു മനുഷ്യനെ, ഒരു ദൈവത്തെ അല്ല നാം വിളിച്ചപേക്ഷിക്കുന്നത്. മറിച്ച് ഏത് പ്രയാസത്തിലും ഏത് പ്രതിസന്ധിയിലും നിന്റെ കണ്ണിൽ നിന്ന് ഒരൊറ്റ കണ്ണുനീർ വീഴുമ്പോൾ ആ കണ്ണുനീരിന് കൃത്യമായി മറുപടി നൽകുന്ന ഒരു യഹോവയിലാണ് നാം വിശ്വാസം അർപ്പിക്കുന്നത്. നമ്മുടെ ജീവിതങ്ങളിൽ മാറ്റം അനിവാര്യമാണ്. പ്രതികൂല സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന ഈ ലോകത്തിൽ, പ്രതികൂല സാഹചര്യങ്ങൾ രൂപപ്പെടുന്ന ഈ ലോകത്തിൽ, ആ പ്രതികൂലതകൾക്കിടയിൽ സത്യത്തെ വിളിച്ചു പറയുവാൻ നമുക്കിടയാകണം. യോസഫും ഏലിയാവും പറയാതെ പറഞ്ഞു വെച്ചു പോകുന്നത് അത് തന്നെയാണ്. യഹോവയുടെ ന്യായപ്രമാണങ്ങളിൽ അണുവിട പോലും വ്യതിചലിക്കാതെ യഹോവയുടെ മുൻപിൽ വിശ്വസ്തനായിരുന്നൊരു മനുഷ്യൻ, അടിമത്തത്തിൽ നിന്ന് കാര്യവിചാരകത്വത്തിലേക്ക് മാറി അവിടെ നിന്ന് ഭരണാധിപനായി തീർന്നൊരു മനുഷ്യൻ, ജീവിതം കൊണ്ട് നമ്മുടെ മുൻപിൽ വിസ്മയം സൃഷ്ടിച്ചൊരു മനുഷ്യൻ. ആ മനുഷ്യൻ പറയാതെ പറഞ്ഞു വെച്ചു പോകുന്നത് അത് തന്നെയാണ്. നിങ്ങൾ പ്രത്യാശപൂർവിതമായ നിങ്ങളുടെ ജീവിതത്തെ പ്രതീക്ഷയായി അർപ്പിക്കേണ്ടത് സത്യദൈവമായ യഹോവയിലാണ്. രണ്ടാമതായി ഏലിയാവ് പറയുന്നുണ്ട്, ഏലിയാവ് ജീവിതത്തിൽ പ്രതിസന്ധികൾ തൻ്റെ ജീവിതത്തെ ആഞ്ഞടിക്കുമെന്നും തൻ്റെ ജീവിതം നഷ്ടപ്പെടുമെന്നും ഒക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഏലിയാവ് യാത്ര തിരിക്കുന്നുണ്ട്. ആഹാബിനോട് മുഖാമുഖം നിന്നുകൊണ്ട് പറയുകയാണ്, യഹോവയാണേ ഞാൻ പറയുന്നതുവരെ ഇനി മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമ്മുടെ ജീവിതങ്ങൾ കൊണ്ട് പല മഞ്ഞിനെയും മഴയെയും തടയുന്ന ജീവിത സാഹചര്യങ്ങൾ നാം തന്നെ രൂപപ്പെടുത്തുന്നുണ്ട്. അതെപ്പോഴാണ് ആ മഞ്ഞും മഴയും പെയ്യുവാനുള്ള സാഹചര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് നന്മ ഉയർന്നു വരണം. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് നീതി ഉയർന്നു വരണം. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് സാഹോദര്യം ഉയർന്നു വരണം. സാഹോദര്യ സ്നേഹങ്ങൾ ശിഥിലമാക്കപ്പെടുന്നൊരു കാലഘട്ടമാണ്. സാഹോദര്യത്തിന്റെ മൂല്യങ്ങൾ എന്താണെന്ന് പോലും പറയുവാനും പ്രതിഫലിപ്പിക്കുവാനും കഴിയാതെ പോകുന്നൊരു കാലഘട്ടമാണ്. സത്യം അസത്യമായി രൂപം കൊള്ളുന്ന കാലഘട്ടം, സത്യം അസത്യത്തിലേക്ക് വഴിമാറുന്ന കാലഘട്ടം, അസത്യം സത്യത്തെ വിഴുങ്ങുന്ന കാലഘട്ടം. അങ്ങനെ ഈ തരത്തിലുള്ള രാഹിത്യങ്ങളുടെ നടുവിൽ നാം യഹോവയായ ദൈവത്തിൽ പൂർണ്ണമായി മനസ്സർപ്പിച്ചുകൊണ്ട്, യഹോവയായ ദൈവത്തിന്റെ പാതാര ഗ്രന്ഥങ്ങളിൽ കൃത്യമായി നമ്മുടെ മനസ്സുകളെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് നാം യാത്ര ചെയ്യുന്ന ഈ യാത്രയുടെ പേര്, അനുഗ്രഹീതമായ ഈ യാത്രയ്ക്ക് നാം നൽകേണ്ട പേരാണ് നോമ്പിന്റെ കാലഘട്ടം. ഈ നോമ്പ് നമ്മിൽ വിശുദ്ധിയിലേക്ക് നമ്മെ നടത്തുന്നുണ്ട്. ഓരോ മനുഷ്യന്റെ ജീവിതത്തിലും അല്പസമയം കൂടുതലായി ദൈവത്തോട് ചേർന്നിരിക്കുവാനുള്ള ഒരു സമയമാണ് നോമ്പിന്റെ കാലഘട്ടം. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ അവസാനിപ്പിച്ചു കൊള്ളാം. നോമ്പെന്ന് പറയുന്നത് ഒരാത്മാവിൻ്റെ വസന്തകാലമാണ്. തിന്മ നമ്മെ വല്ലാതെ ആക്രമിക്കുന്ന ഒരു കാലഘട്ടം. സാത്താൻ നമ്മുടെ ജീവിതങ്ങളിലേക്ക് പരാക്രമത്തിലൂടെ കടക്കുവാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ യോസഫും ഏലിയാവും സാക്ഷികളായി നമ്മുടെ ജീവിതത്തിൽ നിൽക്കുന്നുണ്ട്. ഏത് പൈശാചിക ബന്ധനങ്ങളുടെ നടുവിലും, ഏത് പൈശാചിക അടിമത്തത്തിന്റെ നടുവിലും
നമ്മളെ സൃഷ്ടിച്ച, നമ്മെ രൂപപ്പെടുത്തിയ ഒരു ദൈവം നമുക്ക് വേണ്ടി അവൻ്റെ കരങ്ങൾ വിടർത്തി നമ്മയും സ്വീകരിക്കാൻ വേണ്ടി അവിടെ ഇരിപ്പുണ്ട്. അവൻ്റെ കരങ്ങളിലേക്ക് കൃത്യമായ ലക്ഷ്യബോധ്യങ്ങളിലൂടെ കടന്നു ചെല്ലുവാൻ മാത്രമാണ് യോസഫ് നമ്മോട് ആവശ്യപ്പെടുന്നത്. രണ്ടാമതായി ഏലിയാവ് പറയുന്നത്, ഈ കാലഘട്ടത്തിലാണ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ സത്യം ഉയർന്നു വരേണ്ടത്. ഈ കാലഘട്ടങ്ങളിലാണ് നിങ്ങൾ നീതിക്ക് വേണ്ടി ശബ്ദിക്കേണ്ടത്. നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഹിതങ്ങൾക്കനുസൃതമായി, നമ്മുടെ ആത്മനേട്ടത്തിനനുസൃതമായി, നമ്മുടെ ജീവിതത്തിൻ്റെ ഔന്നത്യത്തിന് അനുസൃതമായി നാം സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് എപ്പോഴും ദൈവസന്നിധിക്ക് എതിരാണെന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. ഏത് സത്യത്തെയും സത്യമായി വിളിച്ചു പറയുവാൻ കഴിയുന്ന ഒരു മാനുഷികമായ മൂല്യം നമ്മുടെ ഹൃദയത്തിൽ രൂപപ്പെടുത്തണം. മനുഷ്യത്വവും ദൈവത്വവും സംയോജിക്കപ്പെടുന്നത് നോമ്പിന്റെ കാലഘട്ടത്തിലാണ്. മനുഷ്യത്തിന്റെ തത്വങ്ങൾക്കപ്പുറമായി ദൈവത്തിന്റെ തത്വങ്ങളെ മുറുകെ പിടിക്കുവാൻ കഴിയുന്ന ഈ കാലഘട്ടത്തിൽ ഏലിയാവിന്റെ കണക്ക് കൃത്യമായി സത്യം വിളിച്ചു പറയുവാൻ നമുക്ക് കഴിയണം. ഏത് നീതി നിഷേധത്തിന്റെ മുൻപിലും കൃത്യമായി ആ നീതിയുടെ സ്വരമായി നിൽക്കുവാൻ നമുക്ക് കഴിയണം. വേദനകൾ നമ്മുടെ ജീവിതത്തെ നഷ്ടബോധങ്ങളിലേക്ക് നയിക്കപ്പെടുന്നുണ്ടായിരിക്കാം. പക്ഷേ ആ നഷ്ടബോധങ്ങളിൽ നിന്ന് യഹോവയുടെ തീവ്രമായ സ്നേഹത്തിന്റെ ഉള്ളറകളിലേക്ക് കടക്കുവാൻ ഈ കാലഘട്ടം നമ്മെ വിളിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ അടുത്ത കാലഘട്ടങ്ങളിലൊക്കെ നിങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെ കാണുന്നുണ്ട്, നിങ്ങൾ അറിയുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഈ സാമൂഹിക പശ്ചാത്തലത്തിൽ രൂപപ്പെടുന്ന പൈശാചികമായ പ്രവർത്തനങ്ങൾ. എങ്ങനെയാണ് ഈ പ്രവർത്തനങ്ങൾ രൂപം കൊള്ളുന്നത്? എങ്ങനെയാണ് ഈ പ്രവർത്തനങ്ങളിലേക്ക് മനുഷ്യൻ വല്ലാതെ ആഴ്ന്നിറങ്ങിപ്പോകുന്നത്? അവിടെയാണ് യോസഫും ഏലിയാവും നമ്മോട് പറയുന്നത്, നിന്റെ ദൈവത്തിൽ വിശ്വസ്തനായിരിക്കുവാൻ നിനക്ക് കഴിയണം. നിന്റെ വേദനകളിൽ അവിശ്വസ്തത പ്രകടിപ്പിക്കാതെ വിശ്വസ്തതയുള്ള അടിസ്ഥാന ശിലകൾ നിന്റെ ജീവിതത്തിൽ നിർമ്മിക്കുവാൻ നിനക്ക് കഴിയണം. അങ്ങനെ ആ വിശ്വാസബോധ്യങ്ങൾ ജീവിതത്തെ മുറുകെ പിടിക്കുമ്പോൾ വേദനകൾ നമ്മിൽ നിന്ന് മാറി നിൽക്കും, പ്രയാസങ്ങൾ നമ്മിൽ നിന്ന് ദൂരത്തേക്ക് മാറി നിൽക്കും, പ്രയാസത്തിന്റെ കെടുതികൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കും. നമ്മ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലൊക്കെ ഓരോ ആവശ്യങ്ങളായിട്ടാണ് ഈ സന്നിധിയിൽ നാം ഇരിക്കുന്നത്. നമ്മൾ ചിന്തിച്ച് നോക്കിയേ, നമ്മൾ വിശ്വസ്തരാണോ എന്നുള്ളത് നമുക്കൊരു അവബോധത്തിന്റെ ചോദ്യമായി ഉയർത്തിക്കൊണ്ടുവരണം. നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ നീതിയും സത്യവും സ്നേഹവും ഒക്കെ പ്രതിഫലിപ്പിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ഏലിയാവിനെ വഴി നടത്തിയ ദൈവം, ആഹാബ് നിരോധിത ഇടങ്ങളിൽ നിന്ന് ഏലിയാവിന്റെ വിശപ്പിനെ മാറ്റിയ ദൈവം, സാരാഭാത്തിലെ വിധവയെ ഏലിയാവിനെ പോറ്റി പുലർത്തുവാൻ വേണ്ടി ദൈവം ഒരുക്കിയതുപോലെ മറ്റുള്ളവരെ ദൈവികമായ വഴികളിലേക്ക് പോറ്റി പുലർത്തുവാൻ വേണ്ടി നമ്മെ ഒരുക്കുന്നുണ്ട്. ആ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. നോമ്പ് ആവശ്യപ്പെടുന്നവെന്നാണ്. വിശക്കുന്നതിൻ്റെ വിശപ്പിനെ തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം. അല്ലാതെ എന്ത് ഭാഗ്യാവസ്ഥയാണ് നാം ഈ ലോകത്തിൽ സ്വീകരിക്കുവാനുള്ളത്? അല്ലാതെ എന്ത് ഭാഗ്യാവസ്ഥയാണ് നമുക്ക് ഈ ലോകത്തിൽ തിരിച്ചറിയുവാനുള്ളത്? ജീവിതത്തിൻ്റെ ഇടനാഴികളിൽ നാം തിരിച്ചറിയുന്ന സത്യം, നാം അറിയുന്ന ദൈവ സ്നേഹത്തെ തിരിച്ചറിയുവാൻ ഈ നോമ്പിന്റെ കാലഘട്ടം നമ്മെ ശക്തിപ്പെടുത്തട്ടെ. ജീവിതത്തിൽ എപ്പോഴും ദൈവസ്നേഹത്തെ തിരിച്ചറിയുവാനും ദൈവികമായ ആ തണലിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനും നമുക്കിടയാവട്ടെ. അനുഗ്രഹീതമായി ഈ നോമ്പ് കാലഘട്ടം പൂർത്തീകരിക്കുമ്പോൾ അവൻ്റെ സന്നിധിയിൽ വിശ്വസ്തനായിരുന്ന് അവൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ സ്ഥലം കണ്ടെത്തി, വാസം കണ്ടെത്തി അവിടുന്ന് ഇടവരുവാനും ദൈവത്തെ ശരണപ്പെടുവാനും നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹീതമായി ഈ നോമ്പ് ദൈവ സാന്നിധ്യത്തോടെ തിരിച്ച് ദൈവസന്നിധിയിലേക്ക് തിരികെയുള്ളൊരു യാത്രയായി ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം ഈ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. അഭ്യുതനായ തിരുമേനി, ബന്ധരായ വൈദികരെ, കർത്താവിൽ പ്രിയപ്പെട്ടവരെ, നോമ്പിൻ്റെ അവസാന ദിനങ്ങളിലേക്കൊക്കെ നാം കടന്നു വരുമ്പോൾ നോമ്പ് ഒരു വലിയ യാത്രയാകുന്നു. ഈ യാത്രയിൽ ദൈവത്തിൻ്റെ ശക്തമായ കരങ്ങൾ കീഴെ നാം താഴുവീൻ യഥാസമയം അവൻ നമ്മളെ ഉയർത്തും. പത്രോസ്ലീഹായുടെ 1-ാം ലേഖനം 5-ാം അധ്യായം 6-ാം വാക്യം ആധാരമാക്കി അതിൻ്റെ ചുവട് പിടിച്ച് പഴയ നിയമത്തിൽ നിന്ന് 2 വ്യക്തിത്വങ്ങളെ
പഴയ നിയമത്തിൻ്റെ ഏടുകളിൽ നിന്ന് 2 വ്യക്തിത്വങ്ങളെ വരച്ചു കാണിച്ച് നിർജ്ജീവമായ സ്നേഹത്തിൻ്റെ അനുഭവത്തിലും നിരാശയിലേക്ക് വീഴാതെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ തളർന്നു പോകാതെ ദൈവാശ്രയ ബോധത്തോടെ നോമ്പിൻ്റെ കാലഘട്ടം നമുക്ക് മുന്നേറുവാൻ ഇടയാകണമെന്ന വിലയേറിയ സന്ദേശം നമുക്ക് നൽകിയ അതിനായ ആറോണി അച്ഛനോടുള്ള പ്രത്യേകമായ നന്ദി സ്നേഹവും പെരുമല്ല സുനാരിക്ക് വേണ്ടി അറിയിക്കുന്നു. വിന്ദരായ പിതാക്കന്മാരോടുള്ള നന്ദി അറിയിക്കട്ടെ. സാന്നിധ്യം കൊണ്ട് ധന്യമാക്കി തീർത്ത ഞങ്ങളേവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. പല സ്ഥലങ്ങളിലിരുന്ന് ഈ ധ്യാന യോഗത്തിൽ പങ്കുചേർന്നവരെയും ദൈവസേനയിൽ സമർപ്പിച്ചുകൊണ്ട് അവരോടുള്ള നന്ദിയും അറിയിച്ചുകൊണ്ട് എല്ലാവരോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് ഉച്ചനമസ്കാരത്തിനായിട്ട് ഒരുങ്ങാം. പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ നീക്കം തന്നെ ആമേൻ. എന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നമസ്കാരങ്ങൾ ശുശ്രൂഷം കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. നിനക്ക് അവരുടെ ആരോട് രാജാവേ കാർക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാം പരിശുദ്ധമാകണമേ. രാജ്യം വരണമേ. ോട് ക്ഷമിക്കണമേ. പരീക്ഷകളെ പ്രവേശിപ്പിക്കരുതേ. രക്ഷണമേ. രാജ്യശക്തി നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവിലൂടെ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പറയാമേ അവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്തും ഭീഷണമേ. ആമേൻ. കടുതര വഞ്ചനയാലെന്നെ തോൽപ്പിച്ചോനാം ദുഷ്ടാത്മാവിൻ ദാസ്യത്തിൽ പാഴായി ഞാനേൻ കാലം മുഴുവൻ പിന്നിട്ടു. രക്ഷകനെ വൻ ബാധകിയാം നിൻ രൂപത്തിൽ കനിയണമേ. നിന്നുടെ സൃഷ്ടിയ നീ നാശത്തിനു കൈവെടിയരുതേ. പാർക്കുമോ നോലം വാദാവോലം നിന്നുടെ പിഴകൾ ഉന്നതമാ കൊടുമുടി പോലും കിടനിൽക്കാനിൻ കരുണാവാരിധി ബിന്ദുവിനാ ഞാൻ നേടണമേ നിർമ്മലത. ഞങ്ങളെ നിർമ്മിച്ചൊരു കൃപയാ ജീവൻ നൽകി കരുണാബ്ദി. ഈ ശിതിയിൽ നിന്നും ശിക്ഷകളെല്ലാം നീക്കണമേ. മോറിയോറായ ശിഷ്യന്മാർ തന്നുമ്പേറ്റോനെ പ്രാർത്ഥന നോമ്പെന്നിവയേറ്റുവരിൽ കൃപതോന്നേണം. ജീവസ്നേഹ
വഷളായി തീരാറായി ലോകസ്നേഹം തീ പോരാളി കത്തിയിടുന്നു ലൗകികമാ സമ്പാദ്യം തേടാനോടിയിടുന്നു ലേശം കൂട്ടാക്കിയിടലുപദേശം കേൾപ്പാൻ ജാതികൾ കീർത്തിച്ചിടട്ടെ നിൻ പ്രാബല്യത്തെ നീ കാട്ടുന്നു ഗർവിഷ്ഠന്മാരിൽ ക്ഷമയേറ്റം മാർഗം പാർന്നാലെന്തായാലും നിൻ സ്നേഹത്താൽ നീ കാക്ഷിപ്പുതിരവനായി ഗർവിഷ്ഠന്മാർ ശാന്തൻ മോശാനിവിധൻ നോമ്പേറ്റോനാമശിഹ പ്രാർത്ഥന കേട്ടി ആത്മാക്കളിൽ അൻപുണ്ടാകേണം ദൈവമേ നീ പരിശുദ്ധനാവുന്നു. ദൈവമേ നീ പരിശുദ്ധനാവുന്നു. ദൈവമേ നീ പരിശുദ്ധനാവുന്നു. ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ നമസ്കാരം ശുശ്രൂഷം കേൾക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. നിനക്ക് അവിളാരുടെയാറോട് രാജാവേ പാർക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാം പരിശുദ്ധമാകണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ പോലെ ഭൂമിയിലുമാകണമേ. വരണമേ. ഞങ്ങളുടെ കാരോട്യങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. ണമേ ശക്തിയും മഹത്വവും കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാവുന്നു. നിന്റെ ഉദരഫലമായ ഞങ്ങളുടെ കർത്താവേ ശംശീഹ വാഴ്ത്തപ്പെട്ടവനാവുന്നു. അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും മരണസമയത്തിലും അപേക്ഷിക്കണമേ. ആമേൻ. ഓ ധാനദേൻ വലിയ ദിനം ഭാരം ശ്രേഷ്ഠം അമ്മാർത്യ ശരീരം
തീരങ്ങൾ വിസ്മയകരമായെഴുന്നേൽക്കും. സൗമ്യന്മാരും ജാഗരണം ചെയ്തോരും നോമ്പേറ്റോരും അധ്വാനത്തിൻ ശ്രേഷ്ഠഫലം സ്വർഗത്തിൽ പ്രാപിച്ചിടും. കർത്താവിൻ വാഗ്ദാനം ബോൾ പന്തിലവരാനം നീക്കും. പാറയ്ക്കുമോ ഋഷഭലാബോല ബറുവൽ റൂഹോ കാദീശോ വിനോലം വാദാമുല്ലോലം വൽവിലാമേ പൂജിക്കുന്നു. 10,000 നിന്നെ 1000 മാലാഖകളും രക്ഷകനേ മർത്യസ്തുതി കൈക്കൊണ്ടിടാൻ സ്നേഹത്താൽ നീ താണത്തിവാനോ ഉദ്ഘോഷിപ്പൂ നീ. ശുദ്ധൻ ശുദ്ധൻ പരിശുദ്ധൻ നിന്ദാനവും രക്തവുമേൽ ഭൂമന്മയരാമാതാവന്മാർ മോറിയോറാവേ മലൈനുവാദാരേ. ശിഹാനാഥ ശിഷ്ടന്മാർന്നോമ്പേറ്റോനെ പ്രാർത്ഥന നോമ്പൽ നിവേറ്റിവരിൽ കൃപ തോന്നേണം. പ്രതിയാൽ ജീവൻ മാഞ്ഞിടുമെന്നാർക്കറിയാൻ വയ്യ. മീതെ മരണം കെണിയെന്നോണം നിന്നിടുന്നു. അയ്യോ പാർത്താൽ നിഴലും സ്വപ്നവുമാം ലോകത്തെ കീഴാക്കാനോക്കില്ലെന്നേവന്നറിയാൻ വയ്യ. പ്രതിവം നീടുമ്പോൾ ധനമെല്ലാം കൈക്കൂലിക്കാൻ കൈവിട്ടാലും കൈക്കൊള്ളില്ലെന്നറിയാത്തോനാ. ശ്രീയിൽ സൂര്യനൊത്തോൻ പോലും നിര്യാണത്തിൽ പാടെ സർവം വെടിയണം ഇവിടം എന്നറിയാത്തോനാ. ശാന്തൻ മോശാനിബിതൻ നോമ്പേറ്റോനാമശീഹ പ്രാർത്ഥന കേട്ടിട്ട് ആത്മാക്കളിലൻപുണ്ടാകേണം. നന്മാതാവ് വിശുദ്ധന്മാരെ നിവർത്താൻ പ്രാർത്ഥനയാൽ പിതാവിനേകസുത വചനമതാം രാജാധീശ നിന്നെ വാഴ്ത്തും ഞാൻ. സഹജമതായും കാരുണ്യത്താൽ മാർദ്ദൻ വർഗത്തിനു മുഴുവൻ ജീവനതും രക്ഷയുമേകാനാഗതനായി വിമലത ശുചിയ നിവയുള്ള ഭാഗ്യവാവിയലും ദൈവജനത്രീ കന്യക മറിയാമീനും ഭേദമതിന്യേ മാനവനായി ക്രൂശിതനായ ഞങ്ങൾ കൂടെയോനാം മശീഹ നിജമൃതിയാലിവർദ്ധൻ മൃതിയെ മെതിച്ച് നിഹരിച്ചോനെ
അപരിഭാവനതൃക സുപിതാവോടൊപ്പം ജീവനും സഹിതം വന്ദിതനെ പരിതനെ കൃപ ചെയ്യണം. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, വേണ്ട ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, നമസ്കാരങ്ങൾ ശുശ്രൂഷം കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. കർത്താവേ, നിനക്ക് സ്തുതി. പാപികളാരോട് രാജാവേ നിനക്ക് സ്തുതി. പാർക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാം പരിശുദ്ധമാപരണമേ. നിന്റെ രാജ്യം വരണമേ. സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ആകാശലാഭയണമേ. ഞങ്ങളുടെ കാരുടെ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ ഭാവങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് പ്രവേശിക്കരുത്. രക്ഷണമേ. രാജേഷാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നിന്റെ കൂടെ വാഴ്ത്തപ്പെട്ടവളാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്ത് ഭാഗ്യമോറും അന്യപിതാക്കന്മാരുടെ പ്രാർത്ഥന നാം ഏറ്റു ചൊല്ലണം. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാപ്പെടാത്തതുമായ ദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും മനുഷ്യരായ രക്ഷിക്കും വേണ്ടി രക്ഷപ്രകാരം സ്വർഗ്ഗത്തിനിറങ്ങി വിശുദ്ധ റൂഹായ ദൈവമാതാവായി തന്നെ നിന്ന് ശരീരമായി തീർന്ന മനുഷ്യനായി ഉന്തോസ്മില്ലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിച്ചെടുക്കപ്പെട്ട് കഷ്ടം അനുഭവിച്ച് മരിച്ചെടുക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി എന്റെ വലുതുവാതിരുന്നവനും ജീവനുള്ളവരെ മരിച്ചുപോരെ വിധിപ്പാൻ മോഹത്തോടെ വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. കാലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പുറപ്പെട്ട് വന്ദിക്കപ്പെട്ട് ശ്രമിക്കപ്പെടുന്നവനും മുഖാന്തരം സംസാരിച്ചവനുമായ ഏകവിശുദ്ധ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ, മരിച്ചുപോരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പൊതുജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമേൻ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇപ്പോൾ 40 കുമ്പിടുന്ന സമയമാണ്. 2 നിറുത്തായിട്ടാണ് നമ്മൾ 40 കുമ്പിടിൽ നടത്തുന്നത്. അഭിമന്യ തിരുമനസ്സുകൊണ്ട് ആദ്യത്തെ നിറത്ത് ചൊല്ലിത്തരുമ്പോൾ എല്ലാവരും ശാന്തമായി മൗനമായി കുമ്പിടുകയും രണ്ടാമത്തെ നിറത്തിന് എല്ലാവരും ഒരുമിച്ച് കുറേലായിസോൻ പറഞ്ഞ് കുമ്പിടുകയും ചെയ്യണം എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. La
ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. 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 ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോടും കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് 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 കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഉത്തരമരുളി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഉത്തരമരുളി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഉത്തരമരുളി ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ഉത്തരമരുളി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഉത്തരമരുളി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. സമയത്തിന്റെ പേരുടെ അപേക്ഷിച്ചോളണമേ. അമ്മീ. ബാറയ്ക്കുമോർ. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച കർത്താവിനാണ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ഈ ധ്യാനത്തിലും ഈ നമസ്കാരത്തിലും ഞങ്ങളോടുകൂടെ സംബന്ധിച്ച നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും വിശ്വാസികളായ നമ്മുടെ എല്ലാ വാങ്ങിപ്പോരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവയെ കുറ്റമുള്ളതും കുറവുള്ളതുമായ ഞങ്ങളുടെ നമസ്കാരങ്ങളും അപേക്ഷകളും യാതനകളും കാഴ്ചകളും നേർച്ചകളും ഉന്നതവും ശ്രേഷ്ഠവുമായ നിന്റെ സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമായി ആക്കി തീർക്കുമാറാകണമേ. ആബോ റൂഹോ കാദീശോ ഹോശോ ബബക്കുല സുബാൻ ലവൽ മീൻ. ആമീൻ.